ആ അധ്യാപകന്റെ ഉള്ളിൽ ശരിക്കും ഒരു രക്ഷിതാവും ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതേപോലെ അധ്യാപകൻ ഒരു സഹപഠിതാവും കൂടിയാണ്. നമ്മുടെ പുതിയ കാലത്ത് അധ്യാപകരെ പറയാൻ കോ ലേണർ എന്നാണ്. കോ ലേണർ അതായത് കുട്ടി പഠിക്കുന്നു, കുട്ടിയുടെ കൂടെ നമ്മളും പഠിക്കുന്നു. അപ്പൊ കോ ലേണർ ആയാലുള്ളൊരു പ്രധാനപ്പെട്ട മെച്ചം എന്താണെന്ന് വെച്ചാല് തെറ്റ് പറ്റുന്നുള്ള പേടി വേണ്ട. കാരണം അധ്യാപകനായാലാണ് ഞാനെല്ലാം അറിയുന്നവനും കുട്ടി ഒന്നും അറിയാത്തവനും, ഞാൻ കുട്ടിയെ പഠിപ്പിക്കാൻ വന്നവനും കുട്ടി എന്നിൽ നിന്ന് പഠിക്കാൻ വന്നവനാവുള്ളൂ. പുതിയ കാലത്ത് നമ്മുടെ ക്ലാസ് റൂമില് കോ ലേണർ എന്നാണ് പറയാ. അതിന്റെ പ്രധാനപ്പെട്ട വേറൊരു കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളും നമ്മളെക്കാൾ അറിവുണ്ട്. നമ്മളെക്കാൾ വേഗത്തിൽ ആവശ്യമുള്ള അറിവിനെ കണ്ടെത്താനും അവർക്ക് അറിയും എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കോ ലേണർ എന്ന് പറയുമ്പോൾ നമ്മളും പഠിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് തെറ്റുപറ്റാം, കുട്ടികൾക്കും തെറ്റുപറ്റാം. അപ്പൊ കുട്ടി ചിലപ്പോൾ നമ്മളെ തിരുത്തും, നമ്മുടെ കുട്ടികളെ തിരുത്തും. ഇതാണ് ശരിക്കും ഇന്ന് ഒരു അധ്യാപകന്റെ പിന്നെ പുതിയ കാല വിദ്യാഭ്യാസത്തില് ഒരു അധ്യാപകന്റെ റോള് സത്യത്തിൽ അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്ന കുട്ടികളിൽ പലരും, പ്രത്യേകിച്ച് മദ്രസകളിലെല്ലാം ഉള്ള കുട്ടികളുടെ ഒരു ഏജ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നേരത്തെ വന്നപ്പോൾ കണ്ട ജനറേഷൻ അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? നമ്മളൊക്കെ ഏതാ ജനറേഷൻ? ഇപ്പൊ അതില് പറഞ്ഞ പ്രകാരം ഏതാണ്? സെഡ്. അതിന് മുമ്പോ സെഡിന്റെ മുമ്പ് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ബേബി ബൂമേഴ്സ് എന്നൊക്കെ കണ്ടില്ലേ? ഇതെന്താന്നറിയോ? ഈ ജനറേഷൻ എന്താണെന്നറിയോ? കണ്ടോ, ബേബി ബൂമേഴ്സ് 64 വരെ ജനിച്ചവരാണ്. എക്സ് എന്ന് പറഞ്ഞാൽ 80 വരെ ജനിച്ചവരാണ് അല്ലേ? പിന്നെ മിലേനിയൽസ്, എക്സിന്റെയും മിലേനിയൽസിന്റെയും മക്കളാണ് ഇന്ന് ശരിക്ക് സ്കൂളിലും മദ്രസിലൊക്കെ ഉള്ളത്. പക്ഷെ പിന്നെ ഇതെന്തുകൊണ്ടാണ് ജനറേഷനെ തിരിക്കുന്നതെന്ന് വെച്ചാല് ഏകദേശം ഇതിൽ ഈ ജനറേഷനെ തിരിക്കുന്നത് 15 വർഷ കാലയളവിലാണ് സാധാരണ തിരിക്കാറുള്ളത്. പിന്നെ സോഷ്യൽ സയൻസിൽ 25 വർഷത്തെ ഗ്യാപ്പിലും തലമുറകളെ തിരിക്കാറുണ്ട്. 25 വർഷങ്ങളുടെ തലമുറ. ഇതില് എന്താ വെച്ചാൽ ഈ ഓരോ 15 വർഷത്തിലും സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മളെ സ്വഭാവത്തിൽ, ബിഹേവിയറിലെല്ലാം മാറ്റം വരുന്നു. അതിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ ചുറ്റുവട്ടത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്തുള്ള വളർച്ചകൾ, ഇൻഫോർമേഷൻ പിന്നെ ടെക്നോളജി ആയിട്ടുള്ള വളർച്ചകളെല്ലാം ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ഈ ജനറേഷൻ സെഡ് ശരിക്ക് കമ്പ്യൂട്ടറിനെ അറിഞ്ഞു വളർന്നവരാണ്. ജനറേഷൻ ആൽഫ തുടങ്ങുന്നത് 2010 പറഞ്ഞത്. 2010 വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? 2010 പ്രത്യേകത ഇൻസ്റ്റാഗ്രാം ഇറങ്ങിയത് 2010. അഥവാ 2010 മുതൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ തലച്ചോറിലെ ന്യൂറോണുകൾ കണക്റ്റഡ് ആകുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ലോകത്താണ്. അത് ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ ആ കുട്ടിക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഇപ്പൊ ജനറേഷൻ സെഡിലുള്ള ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കും. ഇനി വേണ്ട സൈലന്റ് ജനറേഷൻ, പിന്നെ അത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായതാണ്. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാക്കിയ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടി സൈലന്റ് ജനറേഷൻ എന്ന് പറഞ്ഞു. കറണ്ട് ഇല്ലാതെ ഒരു സംഗതിയെ കുറിച്ച് ചിന്തിക്കാൻ സൈലന്റ് ജനറേഷനിൽ കഴിയൂല. കറണ്ട് ഇല്ലാതെ എങ്ങനെ ഒരു സംഗതി നടക്കുക? അതേപോലെയാണ് സോഷ്യൽ മീഡിയ ഇല്ലാതെ എങ്ങനെ ഒരു സംഗതി നടക്കുക എന്ന് ആര് ചിന്തിക്കും? ജനറേഷൻ ആൽഫ ചിന്തിക്കും. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയൂല. കാരണം നമ്മുടെ തലച്ചോറ് വേറൊരു കാലത്ത് രൂപപ്പെട്ടതാണ്. നമ്മുടെ ജനറേഷൻ മിലേനിയൽസ്, ജനറേഷൻ എക്സും മിലേനിയൽസിന് വൈ എന്നും പറയട്ടോ. ജനറേഷൻ വൈ എന്നും പറയും. മിലേനിയൽസും ജനറേഷൻ എക്സ് ഒക്കെ എങ്ങനെയാണ് പിന്നെ സൗഹൃദങ്ങൾക്കിടയിലുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ പോയിട്ട് കാണും, അല്ലെങ്കിൽ കത്തെഴുതും അല്ലേ? കത്ത് എഴുതിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ അതേപോലെ ജനറേഷൻ ആൽഫ അവരുടെ സൗഹൃദങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് എങ്ങനെ? ഇൻസ്റ്റാഗ്രാമിലാണ്. സത്യത്തിൽ ഈ കുട്ടികളെ, ഇപ്പോഴത്തെ ടീനേജിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, കോള് പോലും തീരെ ഉപയോഗിക്കൂല. കോള് പോലും ഇൻസ്റ്റയിലൂടെ ചെയ്യുള്ളൂ. അങ്ങനല്ലേ? മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റയിലൂടെ, കോൾ ചെയ്യുന്ന ഇൻസ്റ്റയിലൂടെ, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ്, ഇങ്ങനെ ഇതേ ഉപയോഗിക്കുള്ളൂ. ഫോൺ സിം ഓഫ് ആക്കിയിടും, പക്ഷെ നെറ്റ് ഉപയോഗിക്കും, എന്നിട്ട് ഇൻസ്റ്റ ഉപയോഗിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പോസ്റ്റ് ഓഫീസാണ് എന്ത്?
ഇൻസ്റ്റാഗ്രാം. നമ്മൾ പോസ്റ്റ് ഓഫീസിനെ കണ്ട പോലെ നമ്മളുടെ ഉറ്റവരും ഉടയവരും നമ്മൾക്കുള്ള കത്തുകൾ അയക്കുന്ന, നമ്മൾക്കുള്ള സന്ദേശങ്ങൾ വരുന്നത് അവരുടെ പോസ്റ്റ് ഓഫീസായ ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മളത് പൂട്ടിവെക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് പൂട്ടിവെക്കുന്ന പോലെ തന്നെയാണ്. നമ്മളുടെ കണക്ഷൻ കട്ടാവുകയാണ് വേൾഡുമായിട്ടുള്ള. അപ്പൊ അത് അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ്. അപ്പോ എങ്ങനെ നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത്? അപ്പോ 24 വരെയാണ് പറയാറ്. 2010 മുതൽ 24, പിന്നെ ചെറിയ മാറ്റം പല പഠനങ്ങളിലും ഉണ്ട്. 2010 മുതൽ 24 വരെ അവര് ഇവരുടെ കൗമാരത്തിലെത്തുമ്പോൾ അവരെ വിളിക്കുന്നതിന് സ്ക്രീനേജേഴ്സ് എന്നാണ്. ടീനേജേഴ്സിന് പകരം സ്ക്രീനേജേഴ്സ് എന്നാണ് അവർ വിളിക്കുന്നത്. കാരണം അവര് സ്ക്രീന് കണ്ട് വളർന്ന ഒരു ജനറേഷനാണ്. ഇനി 2025 മുതൽ ജനിക്കാൻ പോകുന്ന കുട്ടികളാണ്. ആൽഫ കഴിഞ്ഞ ഏതാ? ആൽഫ കഴിഞ്ഞ ഏതാ? അതന്നെ ബീറ്റ. ബീറ്റ ജനറേഷന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക? ബീറ്റ സത്യത്തിൽ ആൽഫ സോഷ്യൽ മീഡിയയിൽ വളർന്ന ജനറേഷനാണ്. ബീറ്റ AI വളർന്ന ജനറേഷനാണ്. AI ജനറേഷനാണ്. അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കിയപ്പോ ഇനി അടുത്ത വർഷം മുതൽ ജനിക്കാൻ പോകുന്ന കുട്ടികള് ജനറേഷൻ ബീറ്റ. അവരെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതെ ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. അങ്ങനെ ഒരു ജനറേഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അവരെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വ്യത്യസ്തമായിരിക്കും. ഇവരെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയാം? നിങ്ങൾ ഈ ജനറേഷൻ ഇങ്ങനെ എടുത്ത് നോക്കുക. ഒരു സൈലന്റ് ജനറേഷനൊക്കെ തൊട്ട് നമ്മളൊരു വിവരം മനസ്സിലാക്കാന്, ഒരു അറിവ് നമ്മൾ ആർജിച്ചെടുക്കാന് നമ്മൾ എത്ര സമയം ചെലവഴിക്കുമായിരുന്നു. ഈ പഴയ ജനറേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോ ബേബി ബൂമേഴ്സും അതിന്റെ മുമ്പത്തെ കാലത്ത് പിന്നെ നമ്മൾ പുസ്തകം വായിക്കും അല്ലെ? നമുക്കൊരു വിനോദത്തിന്റെ ഒരു ആസ്വാദനം കിട്ടാൻ നമ്മളൊരു നോവല് വായിക്കും. നമുക്കൊരു അറിവ് കിട്ടാൻ നമ്മൾ ആ അറിവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വായിക്കും. അതിന് ഏകദേശം 2 ആഴ്ച സമയം എടുക്കും. ആ 2 ആഴ്ച ചെലവഴിച്ച് നമ്മൾ അതിനൊരു ആസ്വാദനം കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മളൊരു അറിവ് നമ്മൾ ആർജിച്ചെടുക്കും. പിന്നീട് TV വന്നു. TV വ്യാപകമായപ്പോ TVയിൽ നിന്ന് നമ്മൾക്കൊരു ആസ്വാദനം കണ്ടെത്താന്, ഒരു അറിവ് കിട്ടാന് ഏകദേശം 2 മണിക്കൂർ സമയം മതിയായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു ആസ്വാദനത്തിന്റെ ഒരു തലം കിട്ടും, അതല്ലെങ്കിൽ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വിവരങ്ങളുടെ ഒരു ശേഖരം, വിവരങ്ങൾ, ഒരു അറിവിന്റെ ഒരു ഇത് കിട്ടും. ആ 2 ആഴ്ച എന്നുള്ളത് 2 മണിക്കൂറായി. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പിന്നെ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് എത്തുമ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ അത് 20 മിനിറ്റ് ആയി. ആ 20 മിനിറ്റ്, കാരണം ടെക്ടോക്ക് ഒക്കെ 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് ആണ് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് അത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. 20 മിനിറ്റിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടേണ്ട ഒരു ആസ്വാദനം കിട്ടും, ഒരു അറിവ് കിട്ടും. ഇപ്പൊ അത് പിന്നെയും പോയി ആൽഫ ജനറേഷനിൽ എത്തുമ്പോൾ ഷോർട്സിന്റെയും റീൽസിന്റെയും ഒക്കെ ദൈർഘ്യം എത്ര? 1 മിനിറ്റ് 60 സെക്കൻഡ് 30 സെക്കൻഡിലേക്ക് എത്തി. അത്രേ അവർക്ക് കഴിയുള്ളൂ. നമ്മൾ മുമ്പത്തെ തലമുറ 2 ആഴ്ച സമയം ചെലവഴിച്ചതുപോലെ ചെലവഴിക്കാൻ അവരെ കൊണ്ട് കഴിയൂല. അവർ സമയത്തിന് വേണ്ടി അത്ര ഇരിക്കാൻ കഴിയൂല. അപ്പൊ അവര് അന്ന് 2 ആഴ്ച നമ്മൾ ചെലവഴിച്ചത് ഇവിടെ 30 സെക്കൻഡ്. ഇപ്പൊ സ്നാപ്ചാറ്റ് 5 സെക്കൻഡും 10 സെക്കൻഡൊക്കെ. അതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടത് എന്ത് ചെയ്യും? അവരെ സന്ദേശ കൈമാറ്റത്തിന് ഇതിനൊക്കെ കിട്ടും. ആ മനുഷ്യന്റെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞു വരികയാണ്. അതിലൊരു കാരണം കൂടിയാണ് റീൽസ്. ഇപ്പൊ റീൽസ് പോലും മനുഷ്യന്റെ ഈ അറ്റൻഷൻ സ്പാന് കുറയുന്നത് കണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ന്യൂറോ സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്ന സംഗതിയാണ്. വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതിന്റെ സ്ക്രോളിങ് പോലും താഴേന്ന് മുകളിലേക്ക് ആക്കിയത് നമ്മളുടെ തലച്ചോറിന് അത്രയും കംഫേർട്ട് ആയതുകൊണ്ടാണ്. ആ രൂപത്തിൽ നമ്മൾ അതിലേക്ക് നമ്മൾക്ക് വേണ്ടതനുസരിച്ച് തന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് ഗ്ലൂ ചെയ്യാന്ന് പറയാം. സ്ക്രീനിലേക്ക് നമ്മളങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇവര് ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറിന്റെ ഒരു ഘടന, ഈ തലച്ചോറിന്റെ ഘടന നമ്മളുടെ ഈ മുൻഭാഗത്തിന് ഫ്രണ്ട് ബ്രെയിൻ എന്നാ പറയാ. ഫ്രണ്ടൽ ലോബ്, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയും മുൻഭാഗം. ഈ മുൻഭാഗം ആണ് പ്രധാനപ്പെട്ട റാഷണലായിട്ട് ചിന്തിക്കുക, യുക്തിപൂർവം ചിന്തിക്കാൻ നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുന്നത് ഈ മുൻഭാഗം കൊണ്ടാണ്. അതേപോലെ ഇതിന്റെ അടിയിലുള്ള ഒരു സാധനമുണ്ട്, ലിംബിക് ബ്രെയിൻ എന്ന് പറയും. അത് ഇമോഷണൽ ബ്രെയിനാണ്. നമുക്ക് ദേഷ്യം വരുന്നത്, കരച്ചിൽ വരുന്നത്, സന്തോഷം വരുന്നത്, ഇതൊക്കെ ഈ ലിംബിക് ബ്രെയിനാണ്. നമുക്ക് ആനന്ദങ്ങൾ ഉണ്ടാവുന്നത്, അഡിക്ഷൻസ് ഉണ്ടാവുന്നതൊക്കെ ഈ ലിംബിക് ബ്രെയിനാണ്. അപ്പൊ ലിംബിക് ബ്രെയിന്
ഈ ഫ്രണ്ടൽ ബ്രെയിനെ മറികടന്നാല് നമ്മൾ എപ്പോഴും ഒരു വൈകാരിക ജീവിയായിരിക്കും. അതേസമയം നമ്മളുടെ ഇമോഷൻസിനെ എല്ലാം യുക്തിപൂർവം ശരിയായ രൂപത്തിൽ നിർത്തുന്നത് ഈ ഫ്രണ്ടൽ ബ്രെയിന് നന്നായി ഫങ്ഷൻ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചാല്, ഒരു മനുഷ്യൻ ജനിച്ചു വീണാല് സത്യത്തിൽ അവന്റെ തലച്ചോറ് തീരെ ഫങ്ഷണൽ അല്ല. അവര് ഏറ്റവും കൂടുതൽ ഫങ്ഷണലായി നിൽക്കുന്നത് ഇമോഷണൽ ബ്രെയിനാണ്, ഈ ലിംബിക് ബ്രെയിനാണ്. അതുകൊണ്ടാണ് കുട്ടി എപ്പോഴും കരയുന്നത്. പെട്ടെന്ന് ചിരിക്കുന്നതും പെട്ടെന്ന് കരയുന്നതൊക്കെ എന്താ, സാധാരണ ഒരു വലിയ മനുഷ്യൻ അങ്ങനെ ചെയ്താൽ നമ്മൾ എന്താ പറയാ, കുറെ പിരാന്ത് എന്നാണ് പറയാ. പക്ഷെ കുട്ടികൾ ചെയ്യുമ്പോൾ പിരാന്ത് എന്ന് പറയില്ല. കാരണം എന്തുകൊണ്ടാണ്, കുട്ടികളുടെ ഫ്രണ്ടൽ ബ്രെയിൻ ഉണ്ട്, നമ്മൾ തലച്ചോറ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, പക്ഷെ അത് ഫങ്ഷണൽ ആയിട്ടില്ല. അപ്പൊ ഈ ഇമോഷണൽ ബ്രെയിനാണ് അവനെ നയിക്കുന്നത്. അവന്റെ തലച്ചോറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഇമോഷണൽ ബ്രെയിനാണ്. അപ്പൊ അവന് വേണ്ടി യുക്തിപൂർവം ചിന്തിക്കുന്ന അവനോ അവളോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാരണമായതുകൊണ്ട് പിന്നെ അവനോ അവൾക്കോ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഫ്രണ്ടൽ ബ്രെയിനായിട്ട് വർക്ക് ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ ബ്രെയിനാണ്, രക്ഷിതാക്കളുടെ ഫ്രണ്ടൽ ബ്രെയിനാണ്. അപ്പോ പിന്നെ അതുകൊണ്ടാണ് ഈ കുട്ടി എപ്പോഴും പെട്ടെന്ന് കരയുന്നത്, പെട്ടെന്ന് ഇമോഷണൽ ആവുന്നതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് കുട്ടിക്ക് ശരിക്ക് വേണ്ട ചില സംഗതികളുണ്ട്. അപ്പോ അതില് പിന്നെ ഒന്ന്, സ്ക്രീന് തീരെ കാണാൻ പാടില്ല. പ്രത്യേകിച്ച് 3 വയസ്സ് വരെ സ്ക്രീൻ തീരെ കാണാൻ പാടില്ല. 3 വയസ്സ് വരെ സ്ക്രീന് കണ്ടാല് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയും. വെർച്വൽ ഓട്ടിസം എന്ന് വെച്ചാല് പിന്നെ ചെറിയ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമിതമായി വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിലുള്ള ക്യാരക്ടേഴ്സിനെ പോലെ ഇവർ ആക്ട് ചെയ്യാം. ആ വീഡിയോയിലുള്ള ആളെ പോലെ സംസാരിക്കുക, അയാൾ പറയുന്ന ഭാഷ സംസാരിക്കുക, അയാളെ പോലെ പിന്നെ ഗസ്റ്റേഴ്സ് കാണിക്കുക, ആക്ഷൻസ് കാണിക്കുക. ഇത് സത്യത്തിൽ വെർച്വൽ ഓട്ടിസം എന്നാണ് പറയാ. അപ്പോൾ 3 വയസ്സ് വരെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്ക്രീന് കാണിക്കരുത് എന്നാണ് പൊതുവെ പറയാറ്. അതേപോലെ ഈ റീൽസ് കൂടുതൽ കണ്ടാല് ഇമ്പൾസീവ്നെസ് കൂടും. ഇമ്പൾസീവ്നെസ് കൂടും എന്ന് പറഞ്ഞാല് ഇമോഷണൽ ബ്രെയിനെ കൂടുതൽ ഇതിങ്ങനെ തൃപ്തിപ്പെടുത്തിയിട്ട് കുട്ടി കൂടുതൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വൈകാരിക ജീവി പോലെ ആയി മാറും. അപ്പോ ഭയങ്കര ഹൈപ്പർ ആവും കുട്ടി ഈ റീൽസ് കൂടുതൽ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇപ്പൊ കാണുന്ന സംഗതികളാണ്. അപ്പോ ഈ കുട്ടി വളരുന്നതിനനുസരിച്ച് ഈ ഫ്രണ്ടൽ ബ്രെയിൻ വളരണം. ഫ്രണ്ടൽ ബ്രെയിൻ വളരണമെങ്കിൽ നമ്മൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ ആവശ്യമാണ്. എങ്ങനത്തെ ഇടപെടൽ? കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് കുട്ടി എല്ലാത്തിനോടും വൈകാരികമായിട്ടാണ് പ്രതികരിക്കുക. കാരണം കുട്ടിയുടെ ഫ്രണ്ടൽ ബ്രെയിൻ യുക്തിപൂർവ്വം ചിന്തിക്കേണ്ട ബ്രെയിൻ വർക്ക് ചെയ്യണില്ല. അപ്പൊ കുട്ടിക്ക് സേഫ്റ്റി സെക്യൂരിറ്റി ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പൊ ചെറിയ കുട്ടിയാണ് നമ്മൾ റൂമിൽ കിടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ആ റൂമിന്റെ വാതിലൊന്ന് അടച്ച ആ അടക്കുന്ന ശബ്ദം കുട്ടിയെ എന്ത് ചെയ്യും, അസ്വസ്ഥനാക്കും. കുട്ടി കരയണം. എന്തുകൊണ്ടാ? എനിക്കെന്തോ അറ്റാക്ക് വരാൻ പോകുന്നുണ്ട്, ഞാൻ എന്തോ പ്രതിസന്ധിയിലാണ്. കാരണം ഈ സൗണ്ട് പോലും കുട്ടിക്ക് ഒരു ത്രെറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നു. സത്യത്തിൽ ആ കുട്ടിയെ ആക്രമിക്കാൻ അവിടെ ആരും വരുന്നില്ല. പക്ഷെ ഇവന്റെ ബ്രെയിൻ ചിന്തിക്കുന്ന ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടേക്കാന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പോയിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതി. കരയുന്ന കുട്ടികളെ ചിലപ്പോ ഒന്ന് പോയിട്ട് തൊട്ടാല് കുട്ടി എന്ത് ചെയ്യും, കുട്ടി കരച്ചിൽ നിർത്തും. ആ പിന്നെ കരച്ചിൽ നിർത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ടച്ച് ചെയ്യുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്ന റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ ഹോർമോണ് ഈ കരയുമ്പോൾ ഈ പേടിയും കരച്ചിലും ഉണ്ടാവണം. എന്തുകൊണ്ടാന്ന് വെച്ചാല് കോർട്ടിസോൾ, ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഹോർമോൺ ഉണ്ടാകുമ്പോഴാണ് അഡ്രീനാലിൻ റിലീസ് ചെയ്യും. അഡ്രീനാലിൻ ബ്ലഡിലേക്ക് കയറും. അപ്പോ ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടും, ശ്വാസം എടുക്കുന്നത് കൂടും, വേർക്കാൻ തുടങ്ങും, പേടി കൂടും, രക്ഷപ്പെടണം തോന്നും. ഇതൊക്കെ അഡ്രീനാലിൻ നമ്മളൊരു പട്ടിയുടെ മുമ്പിൽ പെട്ടാൽ, ഒരു പട്ടി വീഴുന്നു, പട്ടിയുടെ മുമ്പിൽ പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിന് പറയും പട്ടിയാണ്, കടിക്കും, ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളെ തലച്ചോറിൽ നിന്ന് അമിഗ്ഡാല എന്ന് പറയും, ഈ ലിംബിക് ബ്രെയിനിലുള്ളതാണ്. അമിഗ്ഡാലയിൽ ഹൈപ്പോതലാമസിലേക്ക് മെസ്സേജ് കൊടുക്കും. ഹൈപ്പോതലാമസിൽ നിന്ന് നമ്മളെ അഡ്രീനൽ ഗ്ലാൻസ് ഉണ്ട്, നമ്മളെ 2 കിഡ്നിക്ക് മേലുള്ള ചെറിയ 2 സാധനമുണ്ട്, അങ്ങനെ അഡ്രീനൽ ഗ്ലാൻസ്. ഈ അഡ്രീനൽ ഗ്ലാൻസിലേക്ക് സന്ദേശം കൊടുക്കും. അവിടുന്ന് ഈ അഡ്രീനാലിൻ ഹോർമോണ് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ബ്ലഡിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ ഓടാനുള്ള സമയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ മെസ്സേജ് കിട്ടുമ്പോഴാണ്. ഇതേ സംഗതിയാണ് ഒരു കുട്ടി പാനിക് ആവുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ സത്യത്തിൽ അവിടെ പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അതാണ് അതിന്റെ ശരി. പക്ഷെ പേടിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലാത്ത സമയത്തും കുട്ടി
പേടിച്ച് കരയണം. കാരണം ഓൻ ആ സിറ്റുവേഷനെ യുക്തിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കുട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണ്, ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോണാണ്, ഒരു ബോണ്ടിങ് ഹോർമോണാണ്. പ്രത്യേകിച്ച് ഉമ്മയും കുട്ടിയും തമ്മിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാകുമ്പോൾ ഇത് ഈ കോർട്ടിസോളിന് തടയും. ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കെമിക്കൽസിനെ മുഴുവൻ തടയുന്ന ഒരു സാധനം കൂടിയാണ് ഓക്സിറ്റോസിൻ. അപ്പൊ ഇത് ഈ നമ്മൾ ടച്ച് ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ തലച്ചോറ് മുഴുവൻ ഓക്സിറ്റോസിൻ കൊണ്ട് നിറയുമ്പോൾ കുട്ടിക്ക് ഒരു ഫീൽ ഉണ്ടാവുക, ഞാൻ സേഫാണ് എന്ന ഒരു ഫീൽ കിട്ടും. ഇത് പിന്നെ ഇത് നമ്മൾ ആ സമയത്ത് കുട്ടി സേഫ് ആയില്ലെങ്കിൽ, കൂടുതലായിട്ട് കുട്ടിക്ക് ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇവന്റെ ഇമോഷണൽ ബ്രെയിന് മുന്നിൽ നിൽക്കാൻ സാധ്യത ഉണ്ട്. ഫ്രണ്ടൽ ബ്രെയിൻ, റാഷണൽ ബ്രെയിനേക്കാളും മറികടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി കുട്ടിന്റെ വളർച്ചയിൽ നോക്കുക. കുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടിയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കുട്ടികളുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അഥവാ കുട്ടി എപ്പോഴും ദേഷ്യപ്പെടും. ഇത് കുട്ടിയുടെ സ്വഭാവമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. കുട്ടിക്ക് ദേഷ്യം വരും, കുട്ടി വാശി കാണിക്കും, കുട്ടി കൂടുതലായി നോ എന്ന് പറയും. അഥവാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യൂല എന്ന് കുട്ടി പറയും. ഇതൊക്കെ കുട്ടി ചെയ്യുന്ന കുട്ടിയുടെ സ്വഭാവമാണ്. മാത്രമല്ല കുട്ടിക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സൈലന്റ് ആയിട്ടിരിക്കാൻ കഴിയൂല. അപ്പൊ ആ കുട്ടി എന്തുകൊണ്ടാണ് കരഞ്ഞത്? ആ കുട്ടിയുടെ ഫ്രണ്ടൽ ബ്രെയിൻ പറയുന്നില്ല, ഇവിടെ വളരെ ഗൗരവമുള്ള മദ്രസ അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെയാണ്, അതുകൊണ്ട് നമ്മളൊക്കെ മിണ്ടാതിരിക്കണം എന്ന് ആ കുട്ടിയുടെ ഫ്രണ്ടൽ ബ്രെയിൻ വളരാത്തത് കൊണ്ടാണ് അതിനറിയാത്തത്. അതിന് ഇമോഷണൽ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് അതിനെന്തോ ചൂട് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായി, അപ്പൊ അത് കരയാണ്, അതിന്റെ സേഫ്റ്റി ഇഷ്യൂ ആണ്. അപ്പൊ അതിന്റെ മുമ്പ് എടുത്തപ്പോ എന്തായി, ഇതിന് കരച്ചിൽ നിന്നില്ലേ, അപ്പൊ അതിന്റെ തലച്ചോറിൽ എന്ത് തോന്നുന്നു, ഓക്സിറ്റോസിൻ വന്നു. അപ്പൊ അതിന്റെ തലച്ചോറ് പറയാണ് അവിടെ പേടിക്കാനൊന്നുമില്ല, സേഫ് ആണ്, സിറ്റുവേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അത് മിണ്ടാതിരുന്നത്. അപ്പൊ അത് അതിനെ കാമാക്കി കൂളാക്കി. അപ്പൊ അതേപോലെ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കണം എന്ന് കുട്ടിയെ എന്താ പറ്റില്ല, കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് കുട്ടി ഏത് സ്ഥലത്തും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കുട്ടി ചിലപ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കൂല. കുട്ടി ഇപ്പൊ ഇവിടെ നിന്നാൽ കസാരയിൽ കയറും, അവിടെ കയറും, അവിടെ ചാടും, ഇതൊക്കെ ചെയ്യും. ഇതെല്ലാം കുട്ടികളുടെ ബിഹേവിയർ. പക്ഷെ ഒരു മുതിർന്ന ആളുകളുടെ ബിഹേവിയർ സത്യത്തിൽ ഇതല്ല. മുതിർന്ന ആളുകളുടെ ഫ്രണ്ടൽ ബ്രെയിൻ വളർന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം ഏത് സിറ്റുവേഷനിൽ ദേഷ്യപ്പെടണം, ഏത് ദേഷ്യപ്പെടരുത്. അപ്പൊ മുതിർന്നവർക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും. അവരെപ്പോഴും ദേഷ്യപ്പെടേണ്ടവരല്ല. അവരിങ്ങനെ ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കേണ്ടവരല്ല. അവരിവിടെ നിന്ന് കസേരയിൽ കയറിയിട്ട് ചാടി മറിയേണ്ടവരല്ല. കാരണം അവരെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള തലച്ചോറ് അവരിൽ വളർന്നിട്ടുണ്ട്. അവര് വാശി പ്രകടിപ്പിക്കുന്നവരല്ല. പക്ഷെ ഇനി നമ്മളൊന്ന് നമ്മുടെ വീടുകളിലേക്ക് നോക്കുക. കുട്ടിക്ക് ഇതിനൊന്നും അവകാശമല്ല. കുട്ടി ദേഷ്യപ്പെടാൻ പാടില്ല, കുട്ടി വാശി പിടിക്കാൻ പാടില്ല, കുട്ടി ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, കുട്ടി സോഫയിൽ കയറി ചാടാൻ പാടില്ല. എന്നാ ഇവർക്കോ ഉപ്പാക്കും ഉമ്മാക്കും എപ്പോഴാണ് ദേഷ്യപ്പെടാം, വേണമെങ്കിൽ അടിക്കും ചെയ്യാം. അവകാശം ആര് കൊടുത്ത അവകാശം? ഉപ്പാക്കും ഉമ്മാക്കും എപ്പോഴാണെങ്കിലും സംസാരിക്കാം, ഉപ്പാക്കും ഉമ്മാക്കും വാശിയാവാം. സത്യത്തിൽ ഈ സ്വഭാവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അല്ലെങ്കിൽ കുട്ടിയെ അവന്റെ തനതായ സ്വഭാവത്തെ പ്രകടിപ്പിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പൊ സംഭവിക്കണം എന്താ, ഒരു കുട്ടി പിന്നെ ദേഷ്യപ്പെട്ടിരിക്കാന്ന് വിചാരിക്കുക, ദേഷ്യം വരും, ദേഷ്യപ്പെട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ അവന്റെ ഇമോഷണൽ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ നമ്മള് പിന്നെ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ഇമോഷണൽ ബ്രെയിനിൽ കൂടുതൽ ആങ്സൈറ്റി കെമിക്കൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കോർട്ടിസോളും അഡ്രിനാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ കൂടുതൽ സ്ട്രെസ്ഡ് ആവും. അപ്പൊ പോയിട്ട് വാതിലൊക്കെ ഒരടിയാൻ അകത്തേക്ക് പോകും. ആ പോണ വഴിക്ക് അവന്റെ അനിയനാണെങ്കിൽ അവന് തട്ടും. അപ്പോ അത് കാരണം ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ പിന്നെ അതെന്താ ഉണ്ടാവുക വെച്ചാൽ കൂടുതൽ, കാരണം അപ്പോഴൊന്നും ഇവന് ഈ കാം ഫീൽ കിട്ടുന്നില്ല. ആ കാം ഫീൽ കൊടുക്കേണ്ട ആരാ? മാതാപിതാക്കളാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ അവനോട് വളരെ കാമായിട്ട് സംസാരിക്കണം. ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താ വെച്ചാൽ, കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരില്ല എന്നുള്ളതാണ്. ഇനി അഥവാ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞാനിത് മാതാപിതാക്കളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അധ്യാപകൻ ഒരു രക്ഷിതാവും കൂടിയാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അവനോട് കാമായിട്ട് സംസാരിക്കണം. എനിക്ക് ദേഷ്യം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ കുട്ടിയോട് സംസാരിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം.
അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കുട്ടിനെ പിന്നെ ഭീഷണിപ്പെടുത്തി മിണ്ടാതെ അവിടെ എത്തിക്കും. എളുപ്പമുള്ള പണിയാണ് അല്ലേ? എന്തേ നിനക്ക് അവിടെ പോയാൽ, അല്ലെങ്കിൽ ഇരിക്കണം അവിടെ, മിണ്ടരുത്, ആ സാധനം കണ്ട് എടുത്തു വെക്ക്. ഇതൊക്കെ എങ്ങനത്തെ ഭാഷയാണ്? ഇതെന്തതിന് പറയാ? ഭീഷണി. അങ്ങനെ കുട്ടിനെ, ഒരു തലച്ചോറ് വളർന്നിട്ടില്ലാത്തൊരു കുട്ടിനെ ഈ രൂപത്തിൽ കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തി നിർത്താൻ അപ്പൊ എളുപ്പമാണ്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക അറിയോ? ഓ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം കുട്ടി ചെയ്തു, ഓ സമാധാനം. സത്യത്തിൽ എന്താ സംഭവിച്ചത്? കുട്ടിയുടെ തലച്ചോറിന് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കി. അതേസമയം നമ്മൾ വളരെ കാമായിട്ട് കുട്ടിയോട് പിന്നെ ടച്ച് ചെയ്യാം. ടച്ചാണ് എപ്പോഴും കുട്ടിനെ ഏറ്റവും കൂടുതൽ കാമാക്കുക. കാരണം ബ്രെയിൻ കെമിക്കൽസ് എല്ലാം വർക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കാമാക്കുക ടച്ചിലാണ്. അപ്പൊ ടച്ച് ചെയ്ത് അവനോട് സംസാരിച്ച് അവനെ ഇരുത്തിയാല് പതുക്കെ 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 കുട്ടി കൂളായി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഒരിക്കല് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് വളരെ കുട്ടിയായപ്പോ വന്ന് 9-10 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഒരാളാണ്. അപ്പൊ വീട്ടിലെ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ പണികളൊക്കെ ചെയ്യും. ഒരു മോനെ പോലെ ആ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അനസ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ വന്നാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനസെ നീ ഒരു സ്ഥലം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അനസ് റളിയല്ലാഹു എന്താ പറഞ്ഞറിയോ? ഞാൻ പോവില്ല. ആരാ പറയണേ? റസൂൽ. എന്താ ഈ കുട്ടി മറുപടി പറയണേ? ഞാൻ പോവില്ല. നമ്മളാണെങ്കിൽ അതെന്താണ് പോയാല് അല്ല, അങ്ങനെ നമ്മൾ ചോദിക്കുക. അപ്പൊ റസൂൽ ഒന്നും കൂടി ചോദിക്കുമ്പോ ഇപ്പം പറയും, ഞാൻ ഹദീസിൽ പറയണ വല്ലാഹി ഞാൻ പോവില്ല, വാശിയാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയാണ്, ഞാൻ പിന്നെ ചിന്തിച്ചു, അള്ളാഹുവിന്റെ റസൂലാണല്ലോ പറയുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ പോകാമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ്, അതിന്റെ റസൂലാണല്ലോ, അതുകൊണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പോയിപ്പോ ഈ പിന്നെ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായി പോകുമ്പോ അങ്ങാടിയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ പറഞ്ഞയച്ചാണ്, നബിയാണ് പറഞ്ഞയച്ചേക്കണേ. അപ്പൊ അങ്ങാടിയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്ത് ഈ കുട്ടികൾ കളിക്കണ അവിടെ നോക്കിയിരുന്നു. ഈ പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയി. റസൂൽ നോക്കിയിട്ട് ഈ കുട്ടീനെ കാണുന്നില്ല. അങ്ങനെ റസൂൽ തെരഞ്ഞിറങ്ങിയിട്ട് നോക്കുമ്പോൾ അങ്ങാടിയിൽ കുട്ടികളെ കളി കണ്ട് നിൽക്കണം. അപ്പൊ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ദേഷ്യം വരില്ല. ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് അവിടെ അങ്ങാടിയിൽ കളി കണ്ടിരിക്കുക. നമ്മൾ ഇനി അങ്ങാടിയിൽ 4 ആളുണ്ടോ നോക്കൂല, പിടിച്ചിട്ട് ഒന്നായിട്ട് പൊട്ടിക്കോ. റസൂൽ എന്താ ചെയ്തറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ റസൂൽ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ ബാക്കിൽ എന്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ റസൂൽ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഉനൈസ്. അനസ് എന്നാണ് പേര്. ഉനൈസ് സ്നേഹത്തോടെ വീട്ടിൽ വിളിക്കണ പേരാ. നമ്മള് സ്നേഹമൊക്കെ ഒരു കുട്ടിനെ വിളിക്കൂലേ അല്ലെ? നമ്മള് ദേഷ്യം വരുമ്പോ അതന്നെയാണ് കുട്ടിനെ വിളിക്കല്. അപ്പൊ ആ പേര് വിളിക്കാണ് ചിരിച്ചുകൊണ്ട്, യാ ഉനൈസ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് നീ പോയോ? അപ്പോ അനസ് പറയും, ഇല്ല റസൂലെ, ഞാൻ അതാ പോണെന്ന് പറഞ്ഞിട്ട് ഓടിയൊരു പോക്ക്. എന്നിട്ടാണ് അനസ് റളിയല്ലാഹു പറഞ്ഞത് എന്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ 9 വർഷം 10 വർഷമായിട്ട് നിന്നു. ആ അത്രയും കാലയളവിനുള്ളിൽ ഒരിക്കൽ പോലും എന്നോട് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നോ നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നോ എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങാടിയിൽ പോയപ്പോ കുട്ടികളെ കളി കണ്ടു നിന്നത്? കാരണം ആ കുട്ടിന്റെ ഇമോഷണൽ ബ്രെയിനാണ് അപ്പൊ വർക്ക് ചെയ്യുന്നത്. കാരണം കളികൾ കാണുമ്പോൾ അതിന് ഭയങ്കര രസം തോന്നും. അപ്പൊ അതവിടെ കണ്ടുവെക്കും, അതിന് ഏൽപ്പിച്ച പണി മറക്കും, അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ എങ്ങനെ നമ്മളൊരു കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ എന്താ വെച്ചാല്, ഒന്ന് പിന്നെ എത്ര ദൂരത്തു നിന്നാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. എത്ര ദൂരത്തു നിന്നാണ്. കാരണം കുട്ടി നോ പറയാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ മുതിർന്നവർ ഒരു കാര്യം പറഞ്ഞാൽ നോ പറയാൻ സാധ്യത കൂടുതലാണ്. ഒരു കാരണം നോ പറയാൻ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാല്, കുട്ടിയോട് നമ്മൾ കൂടുതൽ പറയുന്നത് നോ ആണ്. ഞാൻ അവിടെ പോകട്ടെ പറ്റൂല, ഞാൻ ഇവിടെ പോകട്ടെ പറ്റൂല, ഞാൻ ഇയാളെ വീട്ടിൽ പോകട്ടെ പറ്റൂല. അപ്പൊ കുട്ടി നമ്മുടെ കുട്ടിയോട് കാര്യം, നീ ഇന്ന് അവിടെ പോകാൻ പറ്റൂല, ഇന്ന് ഇവിടെ ഒന്ന് പോകാൻ പറ്റുമോ? ഇല്ല പറ്റൂല. നമ്മളിൽ നിന്നാണ് കുട്ടി നോ പഠിക്കണമെന്നാണ് ഒരു കാരണം. രണ്ടാമത്തെ കുട്ടിക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല പോകുന്നതിന്റെ എന്തിനു വേണ്ടി പോകണം എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കാൻ കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടി നോ പറയാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കൂടുതലും കുട്ടി അനുസരിക്കാൻ ചെയ്യേണ്ട ചില
പിന്നെ പാരന്റിങ് സൈക്കോളജിയിലെല്ലാം പറയുന്ന ചില സംഗതി എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ എത്ര ദൂരത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഈ സ്കൂളുകളുള്ള ദിവസം നമ്മളുടെ വീട്ടില് രാവിലെ ഒരു 7:30 മുതൽ 9 മണി വരെ അല്ലെ ഒരു ബദർ നടക്കുന്ന ഒരു രണഭൂമിയാണ് സത്യത്തില്, അല്ലെ? കുട്ടികളെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എവിടുന്ന വരിക എന്ന് കണ്ടിട്ടുണ്ടോ? എവിടുന്ന വരിക? ഇൻസ്ട്രക്ഷൻ വരുന്ന അടുക്കളയിൽ നിന്നായിരിക്കും. കുട്ടി ഉള്ളത് ബെഡ്റൂമിലോ എവിടെയെങ്കിലും ആയിരിക്കും. എന്നിട്ട് ബാഗ് എടുത്ത് വെച്ചോ, പിന്നെ എടാ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, പിന്നെ ടൈം ടേബിൾ നോക്കിയോ, ഇങ്ങനെ ഹോംവർക്ക് ചെയ്തോ, ഇങ്ങനെ ഉറക്ക വിളിച്ച് ചോദിക്കാണ്. അപ്പോ എത്ര ദൂരത്ത് നിന്ന് എത്രത്തോളം ദൂരം കൂടുന്നു അത്രയും കുട്ടി അനുസരിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒന്ന്, പരമാവധി അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. 2, ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ടച്ച് ഉണ്ടാവണം, സ്പർശനം. കുട്ടിയുടെ തോളില് കൈ വെച്ച് അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടൊക്കെ ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടി അനുസരിക്കാൻ സാധ്യത കൂടുതലാണ്. 3, കണ്ണിൽ നോക്കി ചോദിക്കണം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടിയുടെ കണ്ണിൽ നോക്കിയിട്ട് ടച്ചോട് കൂടിയിട്ട് സംസാരിക്കണം. 3, നമ്മൾ കാമായിരിക്കണം, നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഇത് പാരന്റിങ് സൈക്കോളജിയിൽ പറയുന്നതാണ്. നിങ്ങൾ റസൂൽ എങ്ങനെ സംസാരിച്ചെന്ന് നോക്ക്. റസൂല് പിന്നെ ഏറ്റവും ദേഷ്യം വരേണ്ട സമയത്ത് പോലും പിന്നെ തോളില് കൈവച്ച്, അപ്പൊ ടച്ച് ഉണ്ട്, മുഖത്ത് കണ്ണിൽ നോക്കി ഐ കോണ്ടാക്ട് ഉണ്ട്, പുഞ്ചിരിച്ച് വളരെ കാമാണ്, ഏറ്റവും അടുത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഇപ്പൊ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം കുട്ടീന്റെ ഈ ഫ്രണ്ടൽ ബ്രെയിന് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് 25 വയസ്സോട് കൂടിയാണ്. 25 വയസ്സിലാണ് പൂർണ്ണമായിട്ട് വളർച്ചയിലെത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടി ഇനിയിപ്പോ ആ പ്രായം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുട്ടി കൂടുതൽ സാഹസികതകൾ കാണിക്കുന്നത് കാണുന്നുണ്ടോ? റിസ്ക് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൗമാരക്കാരുടെ പ്രത്യേകതകളാണ്, ഭയങ്കര റിസ്ക് എടുക്കും, ഭയങ്കര സാഹസികത കാണിക്കും, തീരെ പേടി ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം. കാരണം എന്തുകൊണ്ടാ വെച്ചാല് അവരുടെ പിന്നെ ഫ്രണ്ടൽ ബ്രെയിൻ ആ സമയത്ത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുക. കാരണം ഒരാള് പൂർണ്ണമായിട്ടുള്ള മെച്യൂരിറ്റിയിലേക്ക് ഇന്നത്തെ കാലത്ത് എത്തുന്നത് ഏകദേശം 25 വയസ്സോട് കൂടിയാണ്. അപ്പൊ ആ സമയത്ത് അത്രയും സമയം കുട്ടിയുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിനിന്റെ പരമാവധി മെച്യൂറേഷനിലേക്കുള്ള. കാരണം കുട്ടി കൂടുതൽ പിന്നെ പല കാര്യങ്ങളിലേക്കും എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി, പലതും പരീക്ഷിക്കാൻ വേണ്ടി, കുട്ടിയുടെ കരിയറൊക്കെ ആ സമയത്ത് പല വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും തലച്ചോറ് അങ്ങനെയാണ് ആ സമയത്ത് പോകുന്നത്. ആ സമയം ശരിക്കും അതിന് ഉപയോഗപ്പെടുത്തേണ്ട. മാത്രല്ല പിന്നെ ഈ തലച്ചോറിന്റെ ഫ്രണ്ടൽ ബ്രെയിനിന്റെ അകത്തുള്ള അടിയിൽ വരുന്ന ഒരു സാധനം ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറയും. ഈ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് നമുക്കൊരു അപകടം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നത് ഈ ഭാഗമാണ്. അതും കൗമാരക്കാരില് പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഈ ടീനേജ് പ്രായത്തിലാണ് ബൈക്ക് ആക്സിഡന്റിൽ കൂടുതൽ മരിക്കുന്നത്. അല്ല എന്തുകൊണ്ടാ? കാരണം അവർ ഭയങ്കര സാഹസികത കാണിക്കും. അവരിങ്ങനെ ഫ്രണ്ട് വീല് പൊക്കിയിട്ടൊക്കെ പോണ റീൽസ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു ഇറങ്ങലുണ്ട് സ്ലോ മോഷനിലൊക്കെ. ആ പിന്നെ അങ്ങനെയുള്ള റൈഡിങ് ആണ് അപകടത്തിലൊക്കെ പെടുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ അവരുടെ ബ്രെയിൻ അവരോട് പറയുന്നില്ല ഇങ്ങനെ പോയാൽ അപകടമുണ്ട്, കയ്യും കാലും ഓടി, ചിലപ്പോൾ മരണപ്പെടാം, ഹോസ്പിറ്റലിൽ കിടക്കും, ഒരുപാട് പൈസ ചെലവാകും. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടണം. കാരണം അവരുടെ ബ്രെയിനിൽ കിട്ടണം. അവര് പിന്നെ ഇതെല്ലാവരും കാണും, ഈ ഭയങ്കര നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, അതിനെക്കൊണ്ട് നന്നായി പറ്റുന്നുണ്ട്, ഇങ്ങനെ വളരെ പോസിറ്റീവായ സംഗതികളാണ് എന്ത് ചെയ്യുന്നത് ഇവന്റെ ബ്രെയിനിലേക്ക് കിട്ടുന്നുള്ളൂ. അതേസമയം നമ്മുടെ വീട്ടില് വാപ്പ മീൻ വാങ്ങാൻ പോകുമ്പോ ആ ബൈക്ക് ഇങ്ങനെ ഫ്രണ്ട് വീലൊക്കെ പൊക്കി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോയിട്ട് 2 കിലോ മത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുമോ? ഇല്ല. കാരണം വാപ്പാന്റെ തലച്ചോറ് ഫുള്ളി വളർന്നിട്ടുണ്ട്. ഇപ്പൊ വാപ്പാന്റെ തലച്ചോറിലെ ഈ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് വാപ്പാനോട് പറയും വണ്ടി ഫ്രണ്ട് വീല് പൊക്കി പോയാൽ വീഴും. അപ്പൊ വാപ്പാക്ക് അത് മനസ്സിലാവും, ശരി വീഴും. പിന്നെ ആക്സിഡന്റ് ആയാൽ കയ്യും കാലോടി ഹോസ്പിറ്റലിൽ കിടക്കും, നല്ല പൈസ ചെലവാകും. അപ്പൊ അതൊക്കെ മൂപ്പർക്ക് ബോധ്യമുണ്ട്. അല്ലാതെ മൂപ്പർക്കും കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഒരു ഷോക്ക് കാണിക്കണമെന്ന് ആഗ്രഹമായിട്ടല്ല. കാരണം ബ്രെയിന് എന്ത് ചെയ്യും, അപകടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കൗമാരക്കാർക്ക് പറഞ്ഞു കൊടുക്കണില്ല. അപ്പോ അവരുടെ പിന്നെ അപകടങ്ങളിൽ നിന്ന് തടയാനും ഹറാമായതിൽ നിന്ന് തടയാനും നമ്മളാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്, ഗൈഡായിട്ട് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ തലച്ചോറിന്റെ വളർച്ച പോകുന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടികളെ മാക്സിമം അവർ ചെയ്യുന്നതിൽ നിന്ന് തടയുകയല്ല, പക്ഷെ പിന്നെ ഹറാമിലും അപകടങ്ങളിലേക്കും പോകുന്നതിൽ നിന്നൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് കുട്ടികളുമായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഇനി
പിന്നെ ഈ മദ്രസകളിലേക്കൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമുകളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കുക, കുട്ടികൾ പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് പേടിച്ചിട്ടാണെങ്കിൽ സത്യത്തിൽ അവിടെ ലേണിങ് നടക്കൂല എന്നുള്ളതാണ്. കാരണം പേടിയൊക്കെ ഈ ഇമോഷണൽ ബ്രെയിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കാരണം ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ ഇസ്ലാം കാര്യം പഠിക്കുന്നത് എനിക്ക് നാളെ അടി കിട്ടാതിരിക്കാനാണെങ്കിൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ കുട്ടി ഇസ്ലാം കാര്യം പഠിക്കുന്നില്ല. ഞാൻ നമസ്കരിക്കുന്നത് അടി കിട്ടാതിരിക്കാനാണെങ്കിൽ യഥാർത്ഥത്തിൽ നമസ്കാരം പഠിക്കുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പഠിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ആ ലേണിംഗ് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. കുട്ടിക്ക് എപ്പോഴും വേണ്ടത് പർപ്പസാണ്. ആ പർപ്പസ് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മള് പിന്നെ പർപ്പസ് എന്നുള്ള നിലയ്ക്കിപ്പോ റസൂലിനോടുള്ള ഇഷ്ടം കുട്ടിയില് നമുക്ക് ശരിക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞാല് പിന്നെ എന്ത് സംഗതി റസൂല് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, പറയും. ഇപ്പൊ ഒരു കുട്ടീനോട് പറഞ്ഞാണ്, പിന്നെ എനിക്ക് വലുതായാൽ താടി വെക്കാന് ഒരു ഇഷ്ടമില്ല, പക്ഷെ മുടിയൊക്കെ ഭയങ്കര സ്റ്റൈലിൽ വളർത്തിയെടുക്കുന്ന കുട്ടിയാണ്. അപ്പൊ വലുതായ താടി വളർത്താൻ ഒരു ഇഷ്ടമില്ല, പക്ഷെ നബി പറഞ്ഞുകൊണ്ട് ഞാൻ വെക്കും. അപ്പൊ എന്താ വെച്ചാൽ നബി ആ കുട്ടിന്റെ ഉള്ളിൽ ഉണ്ട്. നബി പറഞ്ഞാൽ ഓക്കെ. അപ്പൊ നബിനെ ആദ്യം കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറ്റാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം നബി പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുട്ടി ചെയ്യും. ഇപ്പോ പിന്നെ ഞാൻ വയനാട്ടിലാണ് നിൽക്കുന്നത്, അവിടെ അടുത്തുള്ള മദ്രസയിൽ നമ്മളെപ്പോഴും ബന്ധപ്പെടുകയാണ്. അപ്പൊ ഒരു കുട്ടി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, അപ്പൊ ആ കുട്ടി വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വരും. 3ാം ക്ലാസ്സിലാണ് മദ്രസയിൽ. വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വരുന്നത് എന്തിനാ? ഓരോ നടത്തത്തിനും കൂലി കിട്ടാനാണ്. അപ്പൊ ഇവൻ ഫുട്ബോൾ കഴിഞ്ഞ് വന്ന് കുളിച്ചത് നേരം വൈകിട്ട് ഓടിയ വന്നത്, നിസ്കാരം ഫസ്റ്റ് റക്അത്ത് മിസ്സായതൊക്കെ ഓടിയ വന്നത്. അപ്പൊ എന്നോട് ചോദിക്കുന്നത് എന്താ, ഞാനിന്ന് ഓടി വന്നു, അപ്പൊ എന്റെ സ്റ്റെപ്പ് കുറഞ്ഞു പോയി, പിന്നെ കൂലി കുറയെ വന്നു. അപ്പൊ ആ കുട്ടി ആലോചിച്ച് എവിടെയെങ്കിലും കൂലി കുറഞ്ഞ, അപ്പൊ അള്ളാഹു എന്നുള്ളതും അള്ളാഹു പറഞ്ഞ സംഗതികളൊന്നും ആ കുട്ടീന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ കുട്ടി ഓരോ കാര്യത്തിലും നോക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടീനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. നമ്മള് നേരെ തിരിച്ച് നമുക്ക് പെട്ടെന്ന് എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നരകവും അള്ളാഹിനെ കുറിച്ചുള്ള പേടി ആദ്യം എന്ത് ചെയ്യും, കുട്ടികളിലേക്ക് കൊടുക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും റസൂലിനോടുള്ള ഇഷ്ടവും കുട്ടിയിൽ ഒരു പർപ്പസ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ മറ്റേത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാകും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പർപ്പസ് ഞാൻ എന്തിനു വേണ്ടി ചെയ്യും എന്നുള്ളൊരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാണ്. അത് ആ കുട്ടിയുടെ ലെവലിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടിക്ക് ആവശ്യമുള്ള, കുട്ടി ആഗ്രഹിക്കുന്ന സംഗതികൾ അള്ളാഹു സ്വർഗത്തിൽ തരും നമ്മൾ പറഞ്ഞാൽ മതി. നമ്മള് ഹദീസിൽ പഠിച്ച കുറെ സംഗതി ഉണ്ട്. എന്തൊക്കെ? സ്വർഗത്തില് എന്താ, മീനിന്റെ കരളുണ്ട്, പിന്നെ തേനിന്റെ പുഴയുണ്ട്, പാലിന്റെ പുഴയുണ്ട്. സത്യത്തില് മീനിന്റെ കരളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് അവർക്ക് ആവശ്യമുള്ള എന്താ, ഒരു ബ്രോസ്റ്റ്, ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും, ഒരു ഐഫോൺ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ട് എന്നാ പറയാ. അള്ളാഹു എനിക്ക് ഒരു ഐഫോൺ തരും, പിന്നെ എനിക്ക് നിങ്ങൾ മറ്റേ കാറിന്റെ പേര് കേട്ടിട്ടുണ്ട്, ബുഗാട്ടി എന്ന് പറഞ്ഞ. നിങ്ങളുടെ ബുഗാട്ടി എന്നുള്ള കാറിന്റെ പേര് കേട്ടിട്ടുള്ളത്? എത്ര പ്രായമുള്ള മക്കള്, ചെറിയ മക്കൾ, ഞാൻ കുട്ടികളൊന്നും കേട്ടു ബുഗാട്ടി എന്ന് പറഞ്ഞ. പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴാണ് കണ്ടെങ്കിൽ ഒരു കാർ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇവരോട് അതാ പറഞ്ഞ, എനിക്ക് സ്വർഗത്തിൽ എനിക്ക് ഒരു ബുഗാട്ടി ഉണ്ടാവും, ഒരു ഐഫോണും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും പറഞ്ഞാല് അത് ഇവന് ഭയങ്കര ഇഷ്ടാവും. കാരണം അവന് ആവശ്യമുള്ളത് കൊടുത്താലേ അവൻ എന്ത് ചെയ്യുള്ളൂ. അതല്ലാതെ ഓനോട് ചെല്ലുമ്പോ തന്നെ ഒരു മീനിന്റെ കരള് ഫ്രൈ ചെയ്ത് കിട്ടും, പിന്നെ വലിയ ആപ്പിൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവന് അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് അള്ളാഹിനോടുള്ള ഇഷ്ടം എന്ത് ചെയ്യണം. പിന്നെ അള്ളാഹു തന്നെ പറഞ്ഞ എന്താ, അള്ളാഹു ഭൂമിന്റെ സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞിട്ട് അർശിന്റെ മേലെ ഇരുന്നിട്ട് അർശിന്റെ മേലെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് എന്നിട്ട് അള്ളാഹ് അർശിന്റെ മേലെ എഴുതി വെച്ചൊരു വാക്കുണ്ട്. കത്തബ ഇന്ദഹു ഫൗക അർശ്, അർശിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്നാ, ഇന്ന റഹ്മത്തി സബഖത്ത് അദബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എത്ര ദേഷ്യപ്പെട്ടാലും അതിന്റെ അപ്പുറത്ത് അള്ളാഹുവിന് എന്തുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു കാരുണ്യം. ആ കാരുണ്യം കുട്ടിക്ക് ആദ്യം എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലാതെ പേടി. ഇപ്പൊ പഠിപ്പിക്കുന്നത് നമ്മള് ഇപ്പോ അടിക്കണ മദ്രസ, ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മദ്രസയിലേക്ക് വരുന്നില്ല. അപ്പോ അവനോട് കുറെ സംസാരിച്ചപ്പോ പറയാം, ചെറിയ മദ്രസയാണ്, ഈ എല്ലാ കുട്ടികളെയും ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തിയിട്ടുള്ള ഇങ്ങനെ മദ്രസകളുണ്ടാവും, കുറെ ക്ലാസ് ഒന്നും ഇല്ലാത്ത. ഇവന്റെ ജ്യേഷ്ഠനുണ്ട് 8ാം ക്ലാസ്സിലെ അദ്ദേഹത്തിന്. അപ്പോ ഒരു പ്രാവശ്യം
ഉസ്താദ് മദ്രസ നമ്മുടെ മദ്രസ കേട്ടോ. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു, ഈ ഹോംവർക്ക് എന്താ ചെയ്തു വരാത്തതിന് ഇവന്റെ ജ്യേഷ്ഠനെ തല്ലി വടി കൊണ്ട് അരച്ചു. അപ്പൊ അത് കണ്ടിട്ട് ഇവന് ഭയങ്കര സങ്കടമായി. കാരണം ഓനാ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ എന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് കരച്ചിൽ വന്നു, കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പൊ അടുത്തിരുന്ന കുട്ടി ചോദിച്ചു, ഇതെന്തിനാ കരയണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അല്ല എന്റെ കണ്ണിൽ എന്തോ പൊടി പോയി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോയി ബാത്റൂമിൽ പോയി എന്നിട്ട് കരഞ്ഞ് മുഖം കഴുകിയിട്ട് വന്നിരുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചിലപ്പോ ക്ലാസ്സിൽ ഒരു കുട്ടിനെ വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിനെ ചീത്ത പിന്നെ അടിക്കുമ്പോൾ അത് മറ്റു കുട്ടികളിലും ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എത്രത്തോളം ആലോചിച്ചു. ആ കുട്ടി പറയാ, ആ കുട്ടിക്ക് പേടിയാണ്, മദ്രസയിലേക്ക് പോയാൽ ഉസ്താദ് അടിക്കും, ഉസ്താദ് അടിക്കാതിരിക്കാൻ ഞാൻ പഠിക്കണം എന്നാണ് പിന്നെ അവന്റെ പർപ്പസ്. അപ്പൊ അതിൽ തന്നെ എന്തായി, അവരുടെ പഠനം പിന്നെ ആ മദ്രസയിലേ നിൽക്കുള്ളൂ. ഇങ്ങനത്തെ കുട്ടികളാണ് പിന്നെ നാളെ എന്താ എക്സ് മുസ്ലിം അതിന്റെ യുക്തിവാദിയായിട്ട് വരിക. ഈ യുക്തിവാദികളൊക്കെ പറയുന്ന വർത്താനങ്ങൾ കേട്ടിട്ടില്ലേ, എന്തുകൊണ്ടാണ് യുക്തിവാദി ആയത്, ഇന്നെ മദ്രസന്ന് തല്ലി, അല്ലെങ്കിൽ ഞാൻ മദ്രസന്ന് ചോദിച്ചപ്പോ ഇന്നെ ഉസ്താദ് പുറത്താക്കി. ഇതൊക്കെയാണ് യുക്തിവാദി ആകാനുള്ള കാരണങ്ങള്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കി എടുക്കാൻ നമ്മൾക്ക് പറ്റിയാല് അവിടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ടീച്ചറ്, ഒരു അധ്യാപകൻ എന്നൊക്കെ നമുക്ക് കുട്ടികളോട് തോന്നേണ്ടത് ഒന്ന് എമ്പതി, ആ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു എമ്പതി ഉണ്ടല്ലോ. ആ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എമ്പതി എന്താ സിമ്പതി, എന്താ സിമ്പതി, സിമ്പതി എമ്പതി നമ്മളെ വ്യത്യാസം എന്താ? രണ്ടും മാനസികമാണ്. അല്ല, രണ്ടും മറ്റൊരാൾ തോന്നുന്നതാണ്. ചെയ്ത് കൊടുക്കലാണ്. പിന്നെ സാധാരണ തോന്നുക എങ്ങനെ. അപ്പൊ മറ്റേതോ ബാധ്യത, സിമ്പതി നമ്മളാരും പറയില്ല. നമ്മുടെ വീട്ടില് പിന്നെ ഒരു യാചകൻ വന്നു. അപ്പോ നമ്മൾ അയാൾക്ക് ഒരു 10 രൂപ എടുത്തു കൊടുക്കുന്നു. അത് സിമ്പതിയാണ്, എമ്പതിയാണ്? സിമ്പതിയാണ് അല്ലെ. അപ്പോ നമ്മള് പിന്നെ പ്രളയം ഉണ്ടായപ്പോ നമ്മള് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു. ആളുകളെ വീടുകളിൽ നിന്ന് സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നമ്മളെ മുന്നിൽ നിന്ന് സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ അതോ സിമ്പതിയാണ്, എമ്പതിയാണ്? എന്താണ് സാധാരണ എമ്പതിക്ക് പറയുന്ന ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാല്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ ഷൂവിൽ കയറി നിന്നുകൊണ്ട് അയാളെ പോലെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എമ്പതിനെ കുറിച്ച് പറയാറ്. പുട്ട് യുവർ സെൽഫ് ഇൻ അതർ വൺസ് ഷൂ എന്നാണ് പറയാറ്. അങ്ങനെയാണെങ്കിലോ രണ്ടാമത്തെ എമ്പതിയാണോ? ഒന്നാമത്തെ സത്യത്തിൽ രണ്ടും സിമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാല് ഇപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ യാചകനായിട്ട് വന്നത് പിന്നെ എന്താ പറയാ, ഇന്റെ വകയില് ഒരു എളാപ്പയാണെന്ന് വിചാരിക്കാം, യാചകനായിട്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യാ, എളാപ്പ ഇന്നിപ്പോ എത്ര പേരെ കയറി, 10 വെച്ചോളി എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വിടുവോ? അപ്പൊ നമ്മളെന്താ അത്ഭുതപ്പെടും, നിങ്ങളെന്താ നിങ്ങളിങ്ങോട്ട് കയറിയിരിക്കുന്ന നമ്മളെന്താ ചെയ്യാ അല്ലേ? നിങ്ങൾ ആദ്യം കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് എന്താ വെച്ചാൽ സംസാരിച്ചിട്ട്. അപ്പൊ അതെന്താ നമ്മള് ചെയ്യണത്? കാരണം അയാൾ നിൽക്കുന്ന അവസ്ഥയിലല്ല അയാൾ നിൽക്കേണ്ടത്, നമ്മളെ പോലെ അയാളെയും എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്തുകൊണ്ട് അയാൾ ഇതാക്കുകയാണ്. ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിന് പോയി, അപ്പൊ പിന്നെ ഫുള്ള് ഫ്ലഡാണ്, പ്രളയം വന്നത്. അപ്പൊ അമ്മായിന്റെ പേരിലാണ്. അപ്പൊ അമ്മായിനെ നമ്മള് വീടിന്റെ 2ാം നിലയിൽ തോണിയിലൊക്കെ എടുത്ത് എന്നിട്ട് പറഞ്ഞ് അമ്മായിനെ എന്നിട്ട് നേരെ കൊണ്ടുപോയി ഇവിടുത്തെ LP സ്കൂൾ, ഇതാണ് ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ്, നിങ്ങൾ ഇവിടെ നിന്നോടി എന്ന് പറയാ. അങ്ങനെ പറയാ എന്താ ചെയ്യാ, അമ്മായി നിങ്ങൾ എന്തിനാ ഇവിടെ, നിങ്ങൾ നമ്മുടെ വീട്ടിൽ വരണ്ടേ അല്ലെ? എന്താ, കാരണം അമ്മായിനെ നമ്മളെ പോലെ പരിഗണിക്കണ്ട അല്ലെ? അപ്പൊ എമ്പതി കുട്ടിനോട് തോന്നേണ്ടത് എന്താ? എമ്പതിയാണ് കുട്ടിനോട് തോന്നുന്നത്. നിങ്ങള് നമ്മുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മദ്രസ അധ്യാപകനുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചു വിചാരിക്കുക. അങ്ങനെ ആ അവാർഡിന് കുറെ ഇങ്ങനെ എല്ലാരെയും അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞ്, അപ്പൊ നിങ്ങളൊക്കെ അതിന് അപ്ലൈ ചെയ്ത്
അപ്പോ ഈ കൊല്ലത്തെ 2024 ഇന്ത്യയിലെ ഏറ്റവും നല്ല മദ്രസ അധ്യാപകനുള്ള അവാർഡ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ആദ്യം അറിയിക്കുന്ന ഒരു 5 പേര് ആരൊക്കെ ആയിരിക്കും? ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, പറയണ്ട. ശിശു കേന്ദ്രീകൃതം, സ്റ്റുഡൻറ് സെൻട്രിക്, വിദ്യാർത്ഥി കേന്ദ്രീകൃതം, സ്റ്റുഡൻറ് സെൻട്രിക് ആണോ അല്ലേ എന്നുള്ളത് നോക്കണമെങ്കിൽ പറയുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടി കൂടുതൽ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ് സെൻട്രിക് ക്ലാസ് റൂമാണ്. അധ്യാപകൻ കൂടുതൽ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂമാണ്. നമുക്ക് വേണ്ടത് സ്റ്റുഡൻറ് സെൻട്രിക് ക്ലാസ് റൂമുകളാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തത്, അധ്യാപകനാണ് കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചർ സെൻട്രിക് ക്ലാസ് റൂമാണ്. കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടികളാണ് കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. നമുക്ക് വേണ്ടത് സ്റ്റുഡൻറ് സെൻട്രിക് ക്ലാസ് റൂമാണ്. കുട്ടികളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് കൂടുതൽ ചോദ്യം ചോദിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. പുതിയ കാലത്ത് നിങ്ങൾക്ക് അതിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂളുകളൊക്കെ ഉപയോഗിക്കാം. ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സക്കാത്ത് പഠിപ്പിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ സക്കാത്ത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കില്ലേ? ChatGPT വളരെ സിമ്പിളാണ്. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ChatGPTയിൽ തന്നെ അതിന്റെ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്ലോർ GPT എന്ന് പറഞ്ഞിട്ട് എടുത്താൽ അതിൽ കുറെ ആപ്പ് ഉണ്ട്. അതിൽ കുറെ ഇസ്ലാമിക് കണ്ടന്റുകൾ ഇന്റഗ്രേറ്റ് ചെയ്ത സ്പെഷ്യൽ ആപ്പുകളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അക്കൽ എന്ന് പറഞ്ഞ സാധനം. ഖുർആൻ, ഇസ്ലാം ആൻഡ് ഹദീസ് AI എന്ന് പറഞ്ഞ സാധനമുണ്ട്. കുറച്ചുകൂടി നല്ല സാധനം. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ChatGPTയോട് പറയാം, ടുഡേ ഐ ഹാവ് എ ക്ലാസ് ഓൺ ദ ടോപ്പിക് സക്കാത്ത് ഫോർ ദ ഏജ് ഗ്രൂപ്പ് പഠിക്കുക. ഫോർ ഏജ് ഗ്രൂപ്പ് 8, അതായത് 8 വയസ്സുള്ള കുട്ടികൾക്ക് സക്കാത്തിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോ ഗീവ് മീ എ ലെസൺ പ്ലാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല, ഇൻട്രസ്റ്റിംഗ് ലെസൺ പ്ലാൻ. ഈ ChatGPTയോട് ചോദിക്കുമ്പോൾ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്, അതിനനുസരിച്ചാണ് ഉത്തരം കിട്ടുക. അപ്പൊ നിങ്ങൾ വെറും ലെസൺ പ്ലാൻ അടിക്കുന്നതും ഇൻട്രസ്റ്റിംഗ് ലെസൺ പ്ലാൻ അടിക്കുന്നതും അതിന്റെ ഉത്തരത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. അപ്പോൾ ഗീവ് മീ എ ഇൻട്രസ്റ്റിംഗ് ലെസൺ പ്ലാൻ എന്നടിച്ചാൽ ഒരു നല്ല ലെസൺ പ്ലാൻ എന്ത് ചെയ്യും? തരും. അപ്പോൾ ക്ലാസ് റൂമിൽ പോയാൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, കുറെ ആക്ടിവിറ്റി കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ChatGPT പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറച്ചും കൂടി കുട്ടികൾക്ക് രസകരമാക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ മദ്രസകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളാണ്. അപ്പൊ എന്തിനും നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ നമ്മളെ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മള് ഏത് വയസ്സിലുള്ള കുട്ടികളെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ പോകുന്ന ആ വയസ്സടിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ലെസൺ പ്ലാൻ ചോദിച്ചാല് ആ ലെസൺ പ്ലാനിൽ ആ ക്ലാസ് എത്ര സമയമാണ് ഈ ക്ലാസ് ഉള്ളതെന്ന് അതിനോട് പറയാം. ChatGPTയോട് ഇത്ര സമയത്തെ ക്ലാസ്സാണ്, 30 മിനിറ്റാണ്, 40 മിനിറ്റാന്ന് പറഞ്ഞാൽ ആ 40 മിനിറ്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് കൃത്യമായി എന്ത് ചെയ്യും? ChatGPT അതിനകത്ത് തരും. നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ, കുറച്ചും കൂടി ഡീപ്പായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിന്നെ ചില കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് അതിൽ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കുട്ടി തീരെ പഠിക്കാത്തതാണ്, അല്ലെങ്കിൽ ആ ടോട്ടൽ ഒരു 20 കുട്ടികളുണ്ട്, 5 കുട്ടികൾ തീരെ പഠിക്കുന്നില്ല, 5 കുട്ടികൾ നന്നായി പഠിക്കും, 10 കുട്ടികൾ ആവറേജ് ആണ്. അപ്പൊ അവർക്കനുസരിച്ച് ചെയ്യാൻ പറ്റിയ ചില സംഗതികളും കൂടി തരണം എന്ന് പറഞ്ഞാൽ ഈ 5 കുട്ടികൾ എങ്ങനെ ക്ലാസ്സിൽ ചെയ്യണം, ഈ നന്നായി പഠിക്കുന്ന 5 കുട്ടികൾ എങ്ങനെ ചെയ്യണം, ആവറേജ് ഉള്ള 10 കുട്ടികൾ എങ്ങനെ, എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങൾ ഒരു ടീച്ചർ ട്രെയിനിങ്ങിനും പോകേണ്ടതില്ല. എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അതിൽ നിങ്ങൾ ഗൂഗിളിന്റെ ജെമിനി ഉപയോഗിച്ചാല് മലയാളത്തിൽ തന്നെ കുറച്ചും കൂടി നന്നായി കിട്ടും. ChatGPTയിൽ മലയാളം അത്ര എഫക്റ്റീവ് അല്ല. ഗൂഗിളിന്റെ ജെമിനി ആണെങ്കിൽ മലയാളത്തിൽ തന്നെ നന്നായി നിങ്ങൾക്ക് എന്ത് ചെയ്യും? പിന്നെ ഇത്തരം സംഗതികൾ കിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താനുള്ളത് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, കുട്ടികള് പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെല്ലാം പല രൂപത്തിലുള്ള അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. അപ്പൊ അതില് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡിക്ഷനിലേക്ക് പോകുന്ന ഒന്ന് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. സോഷ്യൽ മീഡിയ അഡിക്ഷന് 2 പിന്നെ ഒരു 15-16 വയസ്സിലേക്ക് എത്തുമ്പോൾ പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അഡിക്ഷനാണ്. 1 ഫോണോഗ്രാഫി, അശ്ലീല വീഡിയോ കാണല്, 2 സിഗരറ്റ് വലി, ഇങ്ങനെ തുടങ്ങും. പിന്നെ ഒരു 20 വയസ്സിലേക്ക് എത്തുമ്പോൾ സിഗരറ്റ് വലി തുടങ്ങിയ ആളാണെങ്കിൽ അത് പിന്നെ കഞ്ചാവിലേക്ക് പോകും, MDMAയിലേക്ക് പോകും, അങ്ങനെ പോകും. ഒരു 25 വയസ്സ് കഴിഞ്ഞ ആള് അതുവരെ പ്രത്യേകിച്ചതൊന്നും ഇല്ലെങ്കിൽ പിന്നീട് ഒരു അഡീഷനിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഏതൊരു അഡീഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്
ഈ ഒരു ടീനേജ് പ്രായത്തിലായിരിക്കും, ഒരു 12 വയസ്സ് മുതൽ 20ന്റെ ഇടയിലായിരിക്കും എല്ലാ അഡിക്ഷനും സ്റ്റാർട്ട് ചെയ്യുക. ആ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ടൈമിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നിർത്താൻ വളരെ പ്രയാസമുള്ള ഒരു സംഗതി ആയിരിക്കും. അഡിക്ഷൻ നമുക്ക് കുട്ടികളിൽ ബോധ്യപ്പെട്ടാൽ, നമ്മൾ കണ്ടാൽ എന്താ ചെയ്യാ? അഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി എന്താ ചെയ്യാ? പ്രണയം ഒരു പ്രധാനപ്പെട്ട അഡിക്ഷനാണ്. നമ്മളെന്താ ചെയ്യാ? രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ശരിയാവോ? എന്താ തല്ലുമ്പോ എന്താ സംഭവിക്കുന്ന അറിയോ? ഇങ്ങനത്തെ സംഗതികളിലൊക്കെ നമ്മൾ തല്ലുമ്പോ നമ്മളുടെ മുമ്പിൽ ഈ ബിഹേവിയർ അവർ മാറ്റും. ആരെയാണോ അവർ പേടിക്കുന്നത്, ആരിൽ നിന്നാണോ അടി കിട്ടുന്നത്, അവരുടെ മുമ്പിൽ ഈ ബിഹേവിയർ മാറ്റും. അവരുടെ പ്രസൻസ് ഇല്ലാത്തടത്തെല്ലാം ഈ ബിഹേവിയർ എന്ത് ചെയ്യും? പുറത്തെടുക്കും ചെയ്യും. ഇപ്പൊ തെറി പറയുന്നതിന് നമ്മള് അടിച്ചിട്ട് മാറ്റാൻ നോക്കിയാൽ ആ അടിക്കുന്ന ആളുടെ മുമ്പിൽ പിന്നെ കുട്ടി തെറി പറയില്ല, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ കുട്ടിനെ എന്താണ് തെറി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്, ഇങ്ങനെയുള്ള സംഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് മാറ്റണം. പേടിപ്പിച്ചുകൊണ്ടൊരു ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അഡിക്ഷൻ കണ്ടാലും നമ്മള് റിയാക്റ്റീവ് ആയിട്ട് എന്തല്ല കാര്യമില്ല. നമ്മളെ കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുട്ടികളോട് തുറന്ന് സംസാരിക്കുക എന്നതാണ്. അവന് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം. അവന്റെ മാതാപിതാക്കളെ അറിയിച്ചാൽ, നമ്മൾ അധ്യാപകരാണ്, നമ്മൾ അവരെ മാതാപിതാക്കളെ അറിയിച്ചാൽ, മാതാപിതാക്കൾ റിയാക്റ്റീവ് ആയിട്ടാണ് പ്രതികരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഇടപെടേണ്ടി വരും. കഴിഞ്ഞിപ്പോ നിങ്ങളൊരു കുട്ടീനെ മദ്രസന്ന് കഞ്ചാവ് വലിച്ചു പിടിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അശ്ലീല വീഡിയോ കണ്ടതിന് പിടിച്ചു, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചതിന് പിടിച്ചു. ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ കാണുക. പക്ഷെ ഒരു കുട്ടി ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനത്തിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. അത് അവന്റെ മാത്രം കുറ്റമായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. ഏത് അഡിക്ഷനെയും, പ്രണയമാവട്ടെ, കഞ്ചാവാവട്ടെ, പോണോഗ്രഫി ആവട്ടെ, എന്തോ ആവട്ടെ, ഏത് അഡിക്ഷനെയും നമ്മൾ കാണേണ്ടത് കുട്ടി ഒരു അപകടത്തിൽ പെട്ടു. നമ്മളിപ്പോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടികളെ വണ്ടി ഇടിക്കൂലേ, അതേപോലെ വണ്ടി ഇടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? 4 പൊട്ടിക്കും അല്ലെ? അങ്ങനെ ചെയ്യാം. പിന്നെ എന്താ ചെയ്യാം? അവയെ എടുത്തുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ അത് മാറുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കൂടെ നിന്നിട്ട് മാറിയൊക്കെ റെഡിയായി ഉറപ്പ് വരുത്തിയാലും പിന്നെ അവനെ നമ്മള് വിടുള്ളൂ. അതേപോലെ കുട്ടി ഒരു അപകടത്തിൽ പെട്ടതാണ് ഏതൊരു അഡിക്ഷനും. ആ അഡിക്ഷനിൽ നിന്ന് അവൻ മോചിതനാകുന്നത് വരെ അവന്റെ കൂടെ നമ്മൾ നിൽക്കണം. എന്നാൽ മാത്രമേ അവനെ ഇന്ന് കരകയറാൻ കഴിയുള്ളൂ. അപ്പൊ അത് പിന്നെ പ്രതികൂലമായി അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിട്ട് പ്രതികരിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ ആ രക്ഷിതാക്കൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു നല്ല സൈക്കോളജിസ്റ്റ് അടുത്ത് പോവുക, ഒരു നല്ല സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോവുക, എന്നിട്ട് ഈ കുട്ടീനെ കൗൺസിലിംഗ് ചെയ്യിക്കുക. അങ്ങനെ ആ രൂപത്തിൽ നമ്മുടെ കുട്ടിയോട് തുറന്ന് സംസാരിച്ചാൽ തന്നെ കുട്ടി നമ്മളുമായിട്ട് അടുക്കും. ഇപ്പൊ പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്നേഹവും എമ്പതിയും ഒക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അധ്യാപകൻ, ഒരു കോലയാളാണ്, ഒരു സൈക്കോളജിസ്റ്റുമാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ? സൈക്കോളജിസ്റ്റിന്റെ പകുതി പണി എന്താണെന്നറിയോ? എന്താ? സംസാരിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുക. കുട്ടിക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്താല് കുട്ടി അങ്ങനെ സംസാരിച്ചോളും. നമ്മൾ അങ്ങനെ കേട്ട് കൊടുത്താൽ മതി. അത് ആ കുട്ടി എല്ലാം ആ സംസാരത്തിലെല്ലാം തുറന്ന് പറയുന്നത് മാത്രമല്ല, ആ സംസാരം നടക്കുന്നിടത്തോളം നമ്മളും കുട്ടി തമ്മിൽ നന്നായി അടുക്കും. അപ്പൊ ആ കുട്ടി എല്ലാം നമ്മളോട് തുറന്ന് പറയാൻ തുടങ്ങും. അപ്പൊ ആ ഒരു സ്പേസ് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോളിൽ കേൾക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കുട്ടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഒരു പിന്നെ അങ്ങനത്തെ അഡിക്ഷനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. അവൻ അതിൽ നിന്ന് മുക്തമാകുന്നത് വരെ അവനെ നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കുട്ടികളോട് എപ്പോഴുള്ള നമ്മളുടെ ഒരു ബോഡി ബിഹേവിയർ എന്ന് വെച്ചാല് ഇങ്ങനെ ആവരുത് ഒരിക്കലും. ഇങ്ങനെ നിന്നാൽ കുട്ടിന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നേർ വിപരീതമായിട്ടേ പോവുള്ളൂ. നമ്മൾ ഇങ്ങനെയാണ് കുട്ടികൾ നിർത്തേണ്ടത് കേട്ടോ. കഴിഞ്ഞപ്പോ എന്തൊക്കെ തല്ലിപ്പൊടി ചെക്കനാണെങ്കിലും ഇങ്ങനെ നിർത്തിയാൽ നേരെയായി വരും. പക്ഷെ നമുക്ക് ആ ഒരു എമ്പതി എന്ത് ചെയ്യണം? ആ എമ്പതി അവനോട് ഉണ്ടാവണം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഞാൻ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി ആരെല്ലാരും വരാൻ പഠിച്ചിരിക്കാൻ സാറോടെ പറഞ്ഞൊക്കെ വളരെ പോസിറ്റീവായി എടുത്താലേ ചിലപ്പോൾ അതിന് ഫലമുണ്ടാവും. അത് ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം എന്താ, ഈ പഴയ ആളുകളൊക്കെ ഒരുപാട് തലമുറനെ വളർത്തിയിട്ടല്ലോ, അവർക്ക് എന്തെങ്കിലും തരാനുണ്ടായിരുന്നപ്പോ എൻ്റെ ഒരു ചോദ്യം. അതിനൊരു മറുപടി സാറ് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ അടിച്ചു വളർത്തിയതാണ്. നമ്മളെ അധ്യാപകരെ നമ്മൾ അടിച്ചിട്ടാണ് പഠിപ്പിച്ചത്. ആ ബഹുമാനം ഇന്ന് നിലനിൽക്കുന്നു. അതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നല്ല പഠിക്കുകയും ചെയ്യും. ഖുർആനൊക്കെ ഇപ്പൊ പണ്ട് ഞങ്ങളെ വിളിക്കുന്ന ഒരു അസൈനറിലൊക്കെ അടിച്ചിട്ടേ പഠിപ്പിക്കുള്ളൂ. ആ പഠിച്ചത് അവിടെ ഉണ്ടായിരുന്നു. ഏത് ഒന്ന്. രണ്ടാമത്, അടിക്കരുത്,
ദേഷ്യപ്പെടരുത്, അവനെ താലോലിച്ച് കൊണ്ടുവരണം, സൈക്കോളജിക്കലായിട്ട് പഠിപ്പിക്കണം, ഒക്കെ സമ്മതിച്ചു. എന്റെ ചോദ്യം, റസൂലുള്ളാഹി ഫസ്റ്റ് തന്നെ ജിബ്രീൽ വന്നപ്പോ ശരിക്കും പേടിപ്പിച്ചാണ് പഠിപ്പിച്ചത്, അല്ലാതെ താലോലിച്ചിട്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇക്കറോട്ടിസ്മി ചെല്ലിട്ട് ഫസ്റ്റ് ചെല്ലിട്ട് നബിയെ നല്ലോണം വേദനിപ്പിച്ചിട്ടാണ് പിന്നെ മുഹമ്മദ് ചെല്ല് എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു എനിക്ക് കഴിയണില്ല, എന്നാ പിന്നെ താലോലിക്കണ്ടേ? അതല്ല, രണ്ടാമത് പീഡിപ്പിക്കാൻ ചെയ്യും. എന്നിട്ട് നബി പറഞ്ഞു കഴിയണില്ല എനിക്ക് ഓതാൻ. മൂന്നാമതും നല്ലോണം തെറ്റിട്ട് എല്ലാം വരെ പൊടിഞ്ഞു എന്ന് പോകുന്ന രൂപത്തിലായിരുന്നു ചരിത്രത്തിൽ കാണുന്നുണ്ട്. ശരിയാത്തല്ല, നിങ്ങൾ പറഞ്ഞിരുന്നു. മൂന്നാമത് നെക്കിയിട്ടാണ് നബി ഇക്കറ ഇങ്ങനെ മണിയായിട്ടുണ്ട് പോയി. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് എതിര് പറയല്ലോ, ഇതൊന്നും എതിരല്ല. ആ ആദ്യം പറഞ്ഞതന്നെ ഓക്കെ, ഇത് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞതോളൂ. അതിന് നിങ്ങളൊന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് മറുപടി തരണം. ഇത്രയും കാലം നമ്മുടെ പഴയ തലമുറ കൊണ്ട് അടിച്ചല്ല വളർത്തിയത്, എന്നിട്ട് പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നതാണ് ചോദ്യം. അത് പിന്നെ നമ്മൾ അടി കിട്ടി വളരുന്ന കുട്ടി, പിന്നെ ഒന്ന് കുട്ടികൾ ചിലപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞ് റെഡിയാവും. പക്ഷെ പിന്നെ എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല. അടിക്കുമ്പോ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്നറിയോ? എന്നെ കെയർ ചെയ്യേണ്ട ആളുകൾ, എന്നെ സംരക്ഷിക്കേണ്ട, എന്നെ കെയർ ചെയ്യേണ്ട ആളുകൾ, അവർ തന്നെ എന്നെ ഉപദ്രവിക്കുന്നു. ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലുള്ള ഫീൽ അതാണ്. അപ്പൊ ഇവരാണല്ലോ എന്നെ സംരക്ഷിക്കേണ്ടത്, ഇവര് തന്നെ എന്നെ അടിക്കുന്നു എന്നുള്ള ഫീല് കുട്ടിക്ക് ഭയങ്കരമായ ഇമോഷണൽ പെയിന് കൊടുക്കുന്നതാണ്. ഇല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ ഈ പുതിയ ശാസ്ത്രം പറഞ്ഞത് കുട്ടീനെ അടിച്ചാൽ എന്തിനടിച്ചു എന്ന് ബോധ്യാവണം അവർ അടിക്കണ്ടെന്നല്ല അവർ. ആ ബോധ്യം ആവാൻ നിങ്ങൾ അടിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് അടിക്കാതെ എന്ത് ചെയ്യാം? എന്തിനാ നമ്മൾ അടിക്കണേ? ഒരു ബിഹേവിയർ മാറാനാണ്, അല്ലെ? ഒരു ബിഹേവിയർ അത് ഈ സാഹചര്യത്തിൽ അപ്രോപ്രിയേറ്റ് അല്ല, അപ്പൊ അത് ഇവിടെ ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ അത് ഇനി എവിടെയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നൊരു ദേഷ്യം, ഒരു ദേഷ്യം ഇല്ലാതെ നമ്മൾ അടിക്കും. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഈ അടിന്റെ വേറൊരു പ്രശ്നം അതാണ്. പിന്നെ നമ്മൾക്ക് വരുന്നൊരു ദേഷ്യം, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആ ഫ്രസ്ട്രേഷൻ കൂടി ഇങ്ങോട്ട് തീർക്കുകയാണ്. അത് തീർക്കുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ റിലീസ് ആവുന്നുണ്ട്. നമ്മളൊരു അഗ്രഷൻ, ആ അഗ്രഷൻ നമ്മളൊരാളെ മേൽ തീർക്കുമ്പോൾ അത് ഇങ്ങോട്ട് റിലീസ് ആവുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പൊ ഇതും കൂടി എന്താണ് നമ്മളുടെ സൈക്കോളജിയിൽ നടക്കുന്നത്? ഈ ഒരു ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, ഒരു റിലീസാണ് അവിടെ നടക്കുന്നത്. ഇനി പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ പറയുന്നത് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു കുട്ടീനെ അടിക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിനൊരു വാക്ക് പറയാറുണ്ട്, മെയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കണം. ബിഫോർ കറക്ഷൻ മെയ്ക്ക് കണക്ഷൻ എന്നാണ് പറയാറ്. അഥവാ നിങ്ങൾ അടിയിലൂടെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കുട്ടിക്ക് അത്രയും അടുത്തൊരു കണക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ ആ കണക്ഷൻ ഇല്ലെങ്കിൽ കുട്ടി എപ്പോഴും അതൊരു വിപരീത തലത്തിലാണ് എടുക്കുക. നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ ഉമ്മയാണല്ലോ, ഞാൻ ഉപ്പയാണല്ലോ, ഞാൻ ഭയങ്കര കണക്ഷനാണെന്ന് വിചാരിക്കും. പക്ഷെ ആ കണക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. എത്ര സമയം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട് വീട്ടിൽ, ആ സംസാരം നടക്കാത്രത്തോളം കാലം ആ കണക്ഷൻ അവിടെ വേറിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ടോ? ആവശ്യങ്ങൾ അത് പിന്നെ കുട്ടീൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും, ഇവിടെ കൊണ്ടുപോകുന്നുണ്ടാവും, അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും, എല്ലാം കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ വാണ്ടാണ്. കുട്ടീൻ്റെ ഉള്ളിൽ ഒരു നീടുണ്ട്. അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഉമ്മയും ഉപ്പയും അവരെൻ്റെ കൂടെ നിന്ന് ഞാനുമായി സംസാരിക്കുന്ന ഒരു രീതി. കുട്ടികൾ ഈ വീട്ടില് ഭയങ്കരമായി ഒച്ചയിടുന്ന കുട്ടികളുണ്ട്. സാധാരണ പാരന്റിങ് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, കൂടുതലായിട്ട് വീട്ടിൽ ഒച്ചയിടുന്ന കുട്ടികൾ. എന്തുകൊണ്ടാണെന്നറിയോ? അത് അവരെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവര് ശ്രദ്ധിക്കാൻ വേണ്ടി ഇവർ ഒച്ചയിടുകയാണ്, അവര് ശ്രദ്ധിക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് കാണിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ കുട്ടികൾ പല ടൈപ്പ് സംഗതികൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ചെയ്യുന്നതിനാന്ന് വെച്ചാല് ഞാൻ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പിന്നെ ചായ അവിടെ കളയുക, ഫുഡ് നിലത്ത് കളയുക, പിന്നെ അനിയനെ പിന്നെ അടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവാക്ക് പറയുക, അല്ലെങ്കിൽ മിണ്ടരുത് എന്ന് പറയുന്ന സമയത്ത് ഉറക്കം വച്ചിടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നെഗറ്റീവായിട്ട് അവനെ ശ്രദ്ധിക്കും, അടിക്കാനോ ദേഷ്യപ്പെടാനോ. അപ്പൊ അവന് നെഗറ്റീവ് റെക്കഗ്നേഷൻ കിട്ടണം. ഈ റെക്കഗ്നേഷൻ എന്നുള്ളൊരു ഹങ്കറാണ്. അത് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യണം? കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കും. പിന്നെ നന്നായി അടി കിട്ടി വളരുന്ന കുട്ടി ഭാവിയിൽ ഒരു ആന്റി സോഷ്യലായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടിയിലൂടെ കുട്ടി, അടി എന്ന് പറഞ്ഞാൽ ഒരു പവർ ബേസ്ഡ് പിന്നെ പാരന്റിങ് സ്ട്രക്ചറാണ്. അടിച്ചു കണ്ട് വളർത്തുക എന്നുള്ളത് പവറാണ്. അഥവാ എനിക്ക് നിന്നെക്കാളും ആരോഗ്യമുണ്ട്, ഞാൻ നിന്നെ തല്ലും.
ഒരു മുതിർന്ന ആള് മറ്റൊരു മുതിർന്ന ആളെ തല്ലിയാൽ എന്താ? ഇങ്ങോട്ട് കിട്ടും, ചിലപ്പോ കേസാവും, പ്രശ്നമൊക്കെ ഒക്കെ ആവും. ഒരു കുട്ടി മുതിർന്ന ആളെ തല്ലിയാലോ? അതെ. എന്നാൽ ഒരു മുതിർന്ന ആള് വീട്ടിനകത്തൊരു കുട്ടിനെ തല്ലിയാൽ അതിനൊരു പ്രശ്നവുമില്ല. അത് എന്റെ അവകാശമാണ്, ഞാൻ തല്ലു എന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അത് അതിലൂടെ ആ കുട്ടി പഠിക്കണം എന്താണെന്നറിയോ? ഞാൻ ഒരു കുട്ടിയിൽ ഒരു മോശമായ സംഗതി കണ്ടു, ഇവൻ ആ സ്വഭാവം മാറ്റണം, ഞാൻ അവനെ നാലങ്ങോട്ട് അടിച്ചു. ഇവൻ അതിന് പഠിക്കുന്ന ഒരു പാഠമുണ്ട്. അതായത് എനിക്ക് പവർ ഉണ്ടെങ്കിൽ എന്റെ താഴെയുള്ളവരെ അടിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ സാധിപ്പിക്കാം. അപ്പൊ ഇവൻ വളരുമ്പോ മറ്റാളടിക്കും. ഞാൻ പറയപ്പോ അദ്ദേഹം ചോദിച്ചല്ലോ, നമ്മളെ കഴിഞ്ഞ തലമുറ അടിച്ചു വളർത്തി നല്ല ഗുരു ശിഷ്യ ബന്ധമുണ്ട്, സ്നേഹം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, നിങ്ങളൊരു 2 തലമുറ അടിക്കാതെ വളർത്തി നോക്കി, ഈ നാട്ടിൽ പിന്നെ ഒരു അടി ഉണ്ടാവും. കേടുന്നുണ്ട്. ഞാൻ പറയുന്നത് അറിയോ, നിങ്ങളില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രാഫിക്കിൽ ഒരു വണ്ടി ഇങ്ങനെ വന്നാൽ അടുത്തത് എന്താ? വീട്ടിലുള്ള അവന്റെ പിതാവിനെ സ്മരിക്കും, മാതാവിനെ സ്മരിക്കും. പിന്നെ ഇറങ്ങിയിട്ട് 4 കുട്ടികളാണ്, ബസ് തടയുന്നു, അവിടെ അടി, ഇവിടെ അടി, സ്കൂളിലടി, ഇങ്ങനെ ഒരു അടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ 2 തലമുറ കുട്ടികളെ അടിക്കാതെ വളർത്തിയാൽ ഈ നാട്ടിലെ അടി ഫുള്ളുണ്ട്. അതുകൊണ്ട് പരീക്ഷ നോക്കി, അപ്പൊ പരീക്ഷ നോക്കൂല നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ അതൊരു സത്യം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു എന്ന് പറഞ്ഞത് അത് ആ പാനിക് സ്റ്റേജ് ഒഴിവാക്കാനാണ്. നമ്മൾ ഒരു ഇങ്ങനെ ആലോചിച്ചു, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോ ഇതുവരെ കാണാത്തൊരു മരക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക് ഉണ്ടല്ലോ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പാനിക് ഇങ്ങോട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഓത് എന്ന് പറഞ്ഞത്. അതല്ലാതെ റസൂല് എത്രയോ സന്ദർഭങ്ങൾ ഖുർആനിൽ കാണാം. അപ്പോഴൊക്കെ അള്ളാഹ് ഇടപെട്ടുണ്ടോ റസൂലിനെ എത്രയോ ആശ്വസിപ്പിക്കുന്നത്. റസൂലിനെ ഇങ്ങനെ കാമാക്കാൻ നമുക്ക് കാണാൻ പറ്റും. മറ്റേ അബുദ്ധർന്ന് വിളിച്ചു അല്ലേ, വാലറ്റക്കാരെന്ന് വിളിച്ചു. അപ്പൊ ഖുർആനിലെ ആയത്ത് ഇറക്കി, അള്ളാഹ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് റസൂലിനെ. ഭയങ്കര എന്ത് സംഗതി റസൂല് പറഞ്ഞു. എനിക്ക് വിഷമം കൊണ്ട് റസൂല് ഭയങ്കര, അതായത് എത്ര പ്രബോധനം നടത്തിയിട്ട് ആളുകളൊന്നും ഇസ്ലാമിലേക്ക് വരുന്നില്ല. നിങ്ങൾ അള്ളാഹ് പറയാണ്, അനക്ക് ചിലപ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നിയേക്കാം. ഫലാലൊക്കെ ബാഹ്യം നഫ്സകാലാസാരിക്കും, സ്വന്തം ആത്മാവിനെ നീ നശിപ്പിച്ചേക്കാം. പക്ഷെ അവര് ഇസ്ലാം സ്വീകരിക്കാതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ല നബി. അങ്ങനെ നബിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് എപ്പോഴും. മറ്റേ നബിക്ക് വഹിയ നിലച്ചില്ലേ, വഹിയ നിലച്ചിട്ട് നബിനെ ആളുകൾ ഇങ്ങോട്ട് കളിയാക്കാണ്. 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച വഹി വരുന്നില്ല. അപ്പോ എന്റെ അള്ളാഹ് പോയ എന്റെ പിശാച് എന്റെ മേത്തുനിന്ന് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അറബികൾ ഖുറൈശികൾ ഫുള്ള് കളിയാക്കുക. അപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ വരുന്ന ഒരു തഫ്സീറിലുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്തേ പറ്റിയെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോ അള്ളാഹ് ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് നബി. അത്രയും വലിയൊരു ആശ്വാസം ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. വദ്ദുഹ ആയത്ത്, ഖുർആന്റെ ആയത്ത് ഇങ്ങനെ വായിച്ചാൽ നമുക്ക് തന്നെ കണ്ട് ഭയങ്കര ഇമോഷൻ വരും. വദ്ദുഹ, പ്രഭാതം പൊട്ടിവിടരുന്ന പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, ഈ ഇരുൾ മൂടുന്ന രാത്രിയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ കല, ഇല്ല നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല നബിയെ. എത്ര രസത്തിലാ പറയുന്നത്. ഇല്ല നബിയെ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല. അതിന്റെ ഗ്രാമർ പോലും പണ്ഡിതന്മാർ പറയുന്നുണ്ടാവും. മാ വദ്ദഅക എന്ന് പറഞ്ഞാൽ നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണാണ്. വദ്ദഅക, നിന്നെ കൈവിട്ടിട്ടില്ല. റബ്ബുക, നിന്റെ റബ്ബ്. വമാ കല, കല എന്ന് പറഞ്ഞാൽ വെറുത്തിട്ടില്ലാണ്. കല എന്നുള്ള വെറുപ്പ് എന്നുള്ള നെഗറ്റീവ് വാക്കിന്റെ കൂടെ ഖ എന്ന പദം ചേർത്തില്ല. കലാക്ക, നിന്നെ വെറുത്തില്ല എന്ന് ചേർക്കാതെ മാ വദ്ദഅക റബ്ബുക വമാ കല. ആ സൂറത്ത് ഫുള്ള് വരികളും ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ എടുത്ത് താലോലിക്കണ പോലെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ കാണാൻ കഴിയും. റസൂലിന്റെ ഒരു ഹദീസിലുണ്ടല്ലോ, 7 വയസ്സായാൽ അടിക്കണം. ഞാൻ പ്രതീക്ഷിച്ചു. പണ്ഡിതന്മാർ പറയും 11 കൊല്ലണം. ഞാൻ ചോദിക്കട്ടെ, എത്ര കുട്ടികളെ റസൂൽ അടിച്ചു? സൂര്യ അടിച്ചോന്നുള്ള റസൂൽ സഹാബാക്കൾ അടിച്ചു. എത്ര കുട്ടികളെ അടിച്ചു? ആ ഹദീസൊന്നും ബുഖാരി മുസ്ലിം ക്രോഡീകരിച്ചില്ലേ? അങ്ങനെ അടിച്ചോ നമുക്ക് കാണാം. ആ അടിയെ തന്നെ വിശദീകരിക്കണം. എത്രയോ സ്ഥലങ്ങളുണ്ട് പണ്ഡിതന്മാരെ അടിക്കാൻ, ഭാര്യയെ അടിക്കണം എന്ന് പറഞ്ഞത്
നിസ്കരിക്കാൻ പോകാത്തതിന് കുട്ടികളെ അടിക്കണം. ഈ അടി എന്താകണം എന്നുള്ളത് ചില സ്ഥലത്തൊക്കെ പറയുന്നത് ഈ പിന്നെ തൂവാലല്ലേ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കണം എന്നൊക്കെയാണ് അടി. പറഞ്ഞല്ലോ. അപ്പൊ അത് അല്ലാതെ നമ്മളുണ്ടല്ലോ എന്നിട്ട് ആ അടുക്കളയിൽ മറ്റേ ആ മീൻ കോരുന്ന ശബ്ദങ്ങളല്ലോ അത് കണ്ട് എടുത്തിട്ട് ഇത് അങ്ങനെ ഒന്നും അടിക്കാൻ കൂടി പറഞ്ഞിട്ടില്ല. അതിന് റസൂലിന്റെ മാതൃക ഉണ്ടാവില്ലേ. പിന്നെ 3 കൊല്ലം നമ്മൾ പരിശീലിപ്പിച്ചോ പള്ളിയിൽ കൊണ്ടുപോയിട്ട്. കുട്ടികളുടെ മനസ്സിലൊരു മോറൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കുട്ടി മദ്രസ പോകുമ്പോൾ പഠിക്കും എന്ത് പിന്നെ ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിൽ പോയി നിസ്കരിക്കണം നിർബന്ധമാണ്. എന്നൊരു കുട്ടി താമസിക്കുന്ന വീട്ടിൽ ആണായിട്ട് ജ്യേഷ്ഠനുണ്ട്, ആണായിട്ട് വാപ്പുണ്ട്. പക്ഷെ കുട്ടി താമസിക്കുന്ന വീട്ടിൽ വാപ്പ സുബൈക്ക് പള്ളിയിൽ പോകുന്ന കാണുന്നില്ല. ഒരു മോറൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഈ കുട്ടിനെ കൃത്യമായിട്ട് നമ്മളൊരു മാതൃക കാണിച്ചു കൊടുത്തോ, കുട്ടിനെ കൃത്യമായിട്ട് 3 കൊല്ലം പരിശീലിപ്പിച്ചോ, അതൊക്കെ ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഇനി പിന്നെ റസൂലിന്റെ കൂടെ നമസ്കാരത്തിൽ വരെ എങ്ങനെ അറിയാലോ, പിന്നെ ജമാഅത്തില് ഹസൻ ഹുസൈൻ അവന് തലയിൽ കയറിയിരുന്നത് ഒട്ടകം കളിക്കാന്. കുട്ടികളുടെ കൂടെ പിന്നെ എപ്പോഴും കളിക്കുമായിരുന്നു റസൂൽ. ഒട്ടകം കളിക്കുമായിരുന്നു ഇങ്ങനെ തോളിൽ കയറ്റിയിട്ട്. അപ്പൊ പള്ളിയിൽ എപ്പോഴും കുട്ടികളെ കൊണ്ടുവരും, കുട്ടികളെ പള്ളിയിലുണ്ടാവും. അപ്പൊ സുജൂദിൽ പോയപ്പോ പിന്നെ ഈ കുട്ടികളെ വിചാരിച്ച റസൂൽ ഇപ്പൊ ഒട്ടകം കളിക്കാണ്. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ മോള് കയറിയിരുന്നു. മോള് കയറിയിരുന്നിട്ട് എന്താ വരുന്നത്, നമ്മുടെ പള്ളിയിലാണെങ്കിലോ മാലിന്യ സെക്രട്ടറി വിളിച്ചിട്ട് പറയും ഇനി എന്റെ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് വരാം നിസ്കാരം കൊള്ളാക്കാനെന്ന് പറയും. റസൂൽ എന്താ പറഞ്ഞേ, സാഹബകൾ ചോദിച്ചു എന്ത് നിങ്ങൾക്ക് വഹി ഇറങ്ങിയോ ചോദിച്ചു സുജൂദില്. അല്ല വഹി ഇറങ്ങിയാൽ എന്റെ കുട്ടികൾ ഇന്നെ ഒട്ടകാക്കി കളിക്കുകയായിരുന്നു, അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നമസ്കാരത്തിൽ ജമാഅത്തില് ഒരു കുട്ടി കരഞ്ഞു സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. അതായത് റസൂൽ നിസ്കാരം വേഗം അവസാനിപ്പിച്ച്. എന്നിട്ട് എന്താ പറഞ്ഞേ, ആ ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന്. അപ്പൊ അങ്ങനെ കുട്ടികളെ കാമാക്കാന്, കുട്ടികളുടെ സ്ട്രെസ്സിനെ, കുട്ടികളുടെ ഈ ആൻസൈറ്റിനെയൊക്കെ അങ്ങനെ പരിഗണിച്ചാണ് റസൂല്. എടുത്തിൽ ആൾക്കാരെ മുമ്പൊന്ന് എടുത്തിട്ട് ഉമ്മ വെച്ചില്ലേ, ആൾക്കാർ നിൽക്കുമ്പോൾ ആൾക്കാരെ മുമ്പൊന്ന് എടുത്ത് ഉമ്മ വെച്ചിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്. കുട്ടികളോട് നമ്മൾ പറയണം, കുട്ടികളെ ടച്ച് ചെയ്ത് ഉമ്മ വെച്ച് കുട്ടികളെ എപ്പോഴും മസാജ് ചെയ്യണം. ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ കൂടുതലായിട്ട് വരാന് കുട്ടികളെങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മളെ ഈ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഈ നട്ടലില്ലേ സ്പൈനൽ കോഡ്, ഈ സ്പൈനൽ കോഡ് ഇങ്ങനെ നേരെ വന്ന് തലച്ചോറിലേക്ക് കണക്ട് ചെയ്യാൻ അതിന്റെ 2 സൈഡിലുള്ള ഒരു പ്രധാനപ്പെട്ട കോഡ് ഉണ്ട്. പിന്നെ വാഗസ് നെർവ് എന്ന് പറയാം. 2 നെർവ് 2 സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകണം വാഗസ് നെർവ്. ഈ വാഗസ് നെർവ് ശരീരത്തിലെ സൂപ്പർ ഹൈവേ എന്നാണ് പറയുക. ഈ വാഗസ് നെർവ് ആണ് സാധാരണ വാഗസ് നെർവിനെ പറയല് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ലിങ്കാണ്. ശരീരം മനസ്സും തമ്മിലുള്ള ലിങ്ക്. കാരണം ഈ വാഗസ് ടോണെ സ്റ്റിമുലേറ്റ് ചെയ്താല് അത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, പിന്നെ അതേപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ നമ്മളെ സ്ട്രെസ്, ഇതിനൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ എടുത്ത് ഈ കരയുന്ന കുട്ടിനെ നമ്മൾ എടുത്താൽ നമ്മൾ എന്താ ചെയ്യാം, ഇങ്ങനെ തോക്കടെ ഇങ്ങനെ തട്ടൂലേ. സത്യത്തിൽ ആ തട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ വാഗസ്റ്റോൺ ആക്ടിവേറ്റ് ചെയ്യണം. ഇവിടെ ഇതിലെങ്ങനെയാണ് പോകുന്നത്. ഇത് ഈ വാഗസ്റ്റോൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ ആന്റി സ്ട്രെസ് കെമിക്കൽസ് ബോഡിയിൽ വരും. കുട്ടി പെട്ടെന്ന് കാമാവും. നമ്മൾ ഒരാളെ ഹഗ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യല്, പുറത്തിങ്ങനെ തട്ടും. അപ്പൊ നമുക്ക് ഒരു ഫീൽ ഗുഡ് കിട്ടും, ഒരു ഫീൽ. അപ്പൊ നമ്മുടെ വാഗസ്റ്റോൺ ആക്ടിവേറ്റ് ചെയ്യാൻ ഈ കുട്ടീനെ നന്നായി മസാജ് ചെയ്യണം എന്നാണ്. നന്നായി മസാജ് ചെയ്താൽ എത്രത്തോളം ടച്ച് കൂടുന്നു അത്രയും കുട്ടിയിൽ ഈ പിന്നെ ഇമോഷണൽ ബ്രെയിനിന്റെയും മറ്റേ ബ്രെയിനിന്റെയും തമ്മിലുള്ള കണക്ഷൻസ് നന്നായിട്ട് വളരുന്നതാണ്. അപ്പൊ അടി ഒരു പരിഹാരമായിട്ട് നിങ്ങൾ കാണരുത്. സത്യത്തിൽ ഇന്ന് കാണുന്ന എല്ലാ അടിപിടികളുടെയും കാരണം വീട്ടിൽ നിന്ന് നമ്മൾ അടിക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് ഞാൻ പറയുക. അതാണ് എന്റെ വീക്ഷണം. പല അഡിക്ഷനും പല രൂപത്തിലാണ്. എല്ലാ അഡിക്ഷനും തലച്ചോറും ഒരേപോലെയാണ്. എല്ലാ അഡിക്ഷനും പോണോഗ്രഫി ആകട്ടെ, MDMA ആകട്ടെ, കഞ്ചാവ് ആകട്ടെ, മദ്യ ആകട്ടെ, പിന്നെ തലച്ചോറിൽ ഏറെക്കുറെ ഒരേപോലെയാണ് അഡിക്ഷൻ വർക്ക് ചെയ്യുന്നത്. അഥവാ അഡിക്ഷന്റെ ഒരു ഇതെന്ന് വെച്ചാല് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഡോപ്പമിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ന്യൂറോ കെമിക്കൽ കൂടും. ഡോപ്പമിൻ കെമിക്കൽ. ഈ ഡോപ്പമിൻ കെമിക്കൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലഷർ കിട്ടും. അഥവാ ഇപ്പോ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഒരു രുചി കിട്ടുന്നില്ലേ. പഞ്ചസാര ശരിക്കും ഒരു ഫുഡല്ല, ഒരു ടേസ്റ്റ് മേക്കറാണ്. പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാല് അതൊരു ഡോപ്പമിൻ ഫീലാണ്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഡോപ്പമിൻ ഫീലാണ്. പിന്നെ ബർഗർ കഴിക്കുമ്പോൾ, ബ്രോസ്റ്റ് കഴിക്കുമ്പോൾ, പിസ്സ കഴിക്കുമ്പോൾ ഒക്കെ ഡോപ്പമിൻ ഫീലാണ്. അപ്പൊ ഇത് നമുക്കൊരു ഈ പറഞ്ഞ സംഗതികളൊന്നും ഭയങ്കരമായ അപകടം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നില്ല. പക്ഷെ പെട്ടെന്ന് അപകടം ഉണ്ടാക്കുന്ന ഹൈ ഡോപ്പമിൻ ഉണ്ടാകുന്ന സാധനങ്ങളുണ്ട്. ഹൈ ഡോപ്പമിൻ ഉണ്ടാകുന്ന സാധനങ്ങളാണ് കൊക്കൈന്,
പിന്നെ കഞ്ചാവ്, MDMA, അതേപോലെ പിന്നെ പ്രണയം, പോണോഗ്രഫി, ഇതൊക്കെ ഹൈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാല് നമ്മുടെ ബ്രെയിനിൽ കാര്യമായ തകരാറുകൾ ഉണ്ടാക്കും. അപ്പൊ അത് പിന്നെ പലതും പല രൂപത്തിലേക്ക് കാരണം ഇപ്പോ ചിലപ്പോ ഒരു കുട്ടി പെട്ടെന്ന് സൈലന്റ് ആവും, പിന്നെ ആരോടും ഉണ്ടാവാവും, ഇങ്ങനെ ഒരു ഉൾവലിഞ്ഞ് പോകും. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആ കുട്ടി ചിലപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ ഈ പോണോഗ്രഫി കൂടുതൽ കാണുന്ന കുട്ടിയാണെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. സെൽഫ് എസ്റ്റീം പറഞ്ഞപ്പോൾ മലയാളത്തിൽ ഇന്നെ കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലായ്മ, ആളുകളെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ സ്ത്രീകളോട് കൂടെ സംസാരിക്കാൻ തോന്നാതിരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് കാണാറുണ്ട്. അപ്പോൾ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒന്നിനും ഇത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാം. അതേപോലെ ഈ ഡിപ്രസ്ഡ് ആയി പോണ കുട്ടികൾ, പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോണ കുട്ടികൾ പിന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവാം. പ്രണയം ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കാണാം. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് ഒരുങ്ങി വരുന്നത് ഇതാകുന്നതൊക്കെ ചിലപ്പോൾ പ്രണയത്തിന്റെ ലക്ഷണം. പക്ഷെ ഒന്നും നമുക്ക് ഒരു ലക്ഷണം നോക്കിയിട്ട് അത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടികളുടെ പഠനത്തെയൊക്കെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുട്ടിയുമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഇത് കണ്ടെത്താൻ കഴിയും. ഇനി അങ്ങനെ ഉണ്ട് നമുക്ക് തോന്നിയാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് എന്ത് ചെയ്യാം? പോകാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സംശയം തോന്നുന്ന കുട്ടികളോട് നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുക, നമ്മളുമായിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, കുട്ടിയെ നന്നായി കേൾക്കുക. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. കുട്ടിക്ക് നമ്മളൊരു ട്രസ്റ്റ് ഫീൽ ചെയ്താല് കുട്ടി എല്ലാം നമ്മുടെ അടുത്ത് ഓപ്പൺ ആവും. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തൊക്കെ കുട്ടികൾ കുറെ പേരുണ്ട്, അതായത് ഉമ്മാനോടും ഉപ്പാനോടും പറയരുത് എന്ന് നമ്മുടെ അടുത്ത് പറയും സംഗതികള്. ചിലപ്പോൾ ഉമ്മാനോടും ഉപ്പാനോടും പറയാനും പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവരങ്ങനെയല്ല അതിനോട് പ്രതികരിക്കുക. ഉമ്മാനോടും ഉപ്പാനോടും പറയാതെ തന്നെ കുറെ കുട്ടികൾ നമ്മളിങ്ങനെ കുറെ അഡിക്ഷൻസ് മാറ്റിയെടുക്കും. കാരണം ചിലപ്പോൾ അങ്ങനെ പറയേണ്ട നിർബന്ധമാണെന്ന കേസാണെങ്കിൽ പറ്റുള്ളൂ. പക്ഷെ ഉമ്മാനിപ്പം വേറൊരു പ്രശ്നം എന്താ വെച്ചാല് ഇത് ആദ്യം ഇന്നോടല്ല ഇങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? വന്നിട്ട് കസറുണ്ടാവും. കാരണം അപ്പൊ ചില കേസുകൾ അവര് പിന്നെ അവരോട് പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയാം. അതുകൊണ്ട് വെച്ചാൽ നമ്മൾ അവരേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്താൽ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അത് തന്നെ ഉമ്മയും ഉപ്പി ഉണ്ടാക്കിയെടുത്ത് അമ്മാനും ഉപ്പാന്റെ അടുത്ത് ഷെയർ ചെയ്യും. കാരണം നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ കളി ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടില് മാതാപിതാക്കൾ കുട്ടികളുമായി കളിക്കാത്ത വീടുകളിലാണ് കുട്ടികൾ കൂടുതലായിട്ട് സ്ക്രീമിങ് ഒച്ചയിടുന്നത്, കൂടുതലായിട്ട് ഹൈപ്പർ ആകുന്നത്. കാരണം കുട്ടിക്ക് വേണ്ട റെക്കഗ്നേഷൻ കിട്ടുന്നില്ല. അത് അതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. മാത്രമല്ല പിന്നെ വേറൊരു ടൈപ്പ് എന്ന് വെച്ചാല് ചില പാരന്റ്സ് ഉണ്ടാവും ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോ കുട്ടിനേക്ക് കൂടുതൽ എല്ലാ ദിവസവും വീട്ടിൽ പോണ പാരന്റ് ആയിരിക്കും. പക്ഷെ കുട്ടിനേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനൊന്നും എന്താ പറയാ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓരോ ജോലി തിരക്കും കാര്യം സംഘടനാ തിരക്കും ഒക്കെ ആയിട്ട്. അപ്പോ പിന്നെ ആ പാരന്റിന് ഒരു കുറ്റബോധം ഉണ്ടാവും. അപ്പൊ ആ കുറ്റബോധത്തിൽ നിന്ന് കുട്ടിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും. കുട്ടി ഫുട്ബോൾ കാണാൻ വരുമ്പോൾ വാങ്ങിക്കൊടുക്കും, ഫോൺ കാണാൻ വരുമ്പോൾ അത് കൊടുക്കും, പിന്നെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ലുലുമാൾ കൊണ്ടുപോകും, ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ കുട്ടിക്ക് അടിസ്ഥാനപരമായി നീഡായിട്ട് വേണ്ടത് പാരന്റുമായിട്ടുള്ള സംസാരവും പാരന്റുമായിട്ടുള്ള കളികളുമാണ്. കുട്ടികളുടെ കൂടെ കളിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു റസൂലിന്റെ കളി, പിന്നെ ഒട്ടകം പോലെ കളിക്കുന്നത്, ആ കളികളും സംസാരം കുട്ടിക്ക് അത്യാവശ്യമാണ്. അത് ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുത്താൽ കുട്ടി എല്ലാം ഷെയർ ചെയ്യും. അതല്ലെങ്കിൽ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം കൗമാരത്തിലെത്തിയാല് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്തൊക്കെ ഫിൽട്ടർ ചെയ്യണം എന്നുള്ളത് കുട്ടിക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും. പല അമ്മമാരോട് സംസാരിക്കുമ്പോഴും ഉമ്മമാര് ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്റെ മോള് ഭയങ്കര ഒരിക്കലും എല്ലാം എന്നോട് പറയും, സ്കൂളിൽ നടക്കുന്ന ഒക്കെ പറയും. എവിടെ ഓള നമുക്കെല്ലാം ശരിക്കും അറിയുള്ളൂ. അപ്പൊ ഉമ്മാന്റെ വിചാരം ഓൾ എന്നോട് എല്ലാം പറയട്ടെ, ഞാൻ ഓള് ഫ്രണ്ട് പോലെയാണെന്നൊക്കെ പറയും. പക്ഷെ കുട്ടിക്ക് കറക്റ്റ് കുട്ടിന്റെ തലച്ചോറിൽ ഒരു സെൻസർ ബോർഡ് ഉണ്ട്. ആ സെൻസർ ബോർഡ് ഉമ്മാന്റെ അടുത്തുനിന്ന് ആവശ്യമില്ലാത്തൊക്കെ അവിടെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുള്ളൂ? ഉമ്മാക്ക് കൊടുക്കുള്ളൂ. അപ്പൊ അത് ആ സ്പേസ് ഉണ്ടാക്കി എടുത്താലേ അത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്റെ മോനോ മോളോ ഇങ്ങനത്തെ ഇതിലേക്കൊന്നും പോകൂല എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് എന്ത് ചെയ്യണ്ട, നമ്മൾ ഇരിക്കണ്ട. അങ്ങനെ വിശ്വസിച്ചിരുന്നാൽ എന്തെങ്കിലും കണ്ടാലും നമ്മൾ പിന്നെ റിയാക്റ്റീവ് ആവും. റിയാക്റ്റീവ് ആയാലും പിന്നെ ആ കുട്ടിയുടെ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അപകടം, ഇതൊരു അപകടമാണ്. ആ അപകടം എന്റെ മോനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിക്കാം സാധ്യത ഉണ്ട്. അതേപോലെ എന്റെ മോന് നാളെ MDMA ഉപയോഗിച്ചേക്കാം സാധ്യത ഉണ്ട്. അതൊക്കെ ഈ സമൂഹത്തിൽ നടക്കണം. അപ്പൊ ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. എന്ന് കരുതി നമ്മള് മറ്റേ ഹെലികോപ്റ്റർ പാരന്റും ആവരുത്. കുട്ടിന്റെ പിന്നാലെ നടന്ന് മോനെ ഒന്ന് മൊബൈൽ നോക്കിയാല്
പിന്നെ അതിന്റെ ചാറ്റ് ഹിസ്റ്ററി ഫുള്ള് നോക്കുക, ഓൻ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുക, ഓൻ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ കുട്ടീനെ നോക്കിയാല് ഒരു ട്രസ്റ്റും ഉണ്ടാവില്ല. കുട്ടീനെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് തോന്നിയാൽ കുട്ടിക്ക് നമ്മളോട് ട്രസ്റ്റ് പിന്നെയും ബ്രേക്ക് ആവും. അപ്പൊ അതും നമ്മള് ശ്രദ്ധിക്കണം. ഈ AI വന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ മദ്രസ ഭൗതിക സൗകര്യങ്ങളും നമ്മളെ ഈ ബുക്കുകളൊക്കെ ഈ പഴയ പുസ്തകം AI വരുമ്പോ പുസ്തകം എന്ന് വെച്ചാല് അതിനേക്കാളും നമ്മളുടെ രീതികൾ മാറിയാൽ മതി. ഖുർആൻ ഹദീസ് എന്തായാലും നമുക്ക് മാറ്റാനില്ല, അത് അന്നത്തെ എന്നുള്ളത്. പക്ഷെ അത് ഡെലിവറി ചെയ്യേണ്ട രീതി ഉണ്ടല്ലോ, ഹൗ മാറ്റിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ സക്കാത്ത് എങ്ങനെ പഠിപ്പിക്കാം, ഉംറ എങ്ങനെ പഠിപ്പിക്കാം, ഹജ്ജ് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ ChatGPT-യോട് ചോദിക്കുമ്പോൾ നല്ല രസകരമായ സാധനങ്ങൾ കിട്ടും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പൊ ഈ രീതികൾ മാറ്റാം. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചാട്ടെ, കാണാതെ പഠിക്കാനുള്ള മെത്തേഡ് നമ്മളിപ്പോ ഖുർആനായാലും മറ്റുള്ള കാര്യങ്ങളായാലും കാര്യങ്ങൾ ചെറുതൊക്കെ കാണാതെ പഠിക്കുന്നുണ്ടാവും. കാണാതെ പഠിക്കേണ്ടത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതന്നെ. അതിനൊരു ഒരു ഒരു ഈ മെമ്മറിന്റെ ഒരു സ്കെയിൽ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം കാണാതെ പഠിച്ചാൽ അത് എത്ര 2 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ. അപ്പൊ അതിന്റെ ഒരു സ്കെയിൽ ഉണ്ട്. പിന്നെ അത് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് പഠിക്കാൻ, പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ട് പഠിക്കാൻ. അങ്ങനെ ഒരു 2 ആഴ്ച കൃത്യമായ ഇടവേളകളിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതൊരിക്കലും മറക്കില്ല. അപ്പൊ അതങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകാം. സത്യത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് ഇപ്പൊ ദുആകളും ഇതൊക്കെ നമുക്ക് എന്തായാലും ആയത്തുകളൊക്കെ കാണാതെ പഠിക്കേണ്ടതിനാണ്. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. പിന്നെ മൈൻഡ് മാപ്പിംഗ് ഉണ്ട്, അതൊക്കെ വേറെ തന്നെ നമ്മളൊരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മള് മൈൻഡില് പിന്നെ ഒരു ഇമേജ് ആയിട്ട് കാണുക, അതേപോലെ മൈൻഡ് മാപ്പ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് കാണാതെ സ്റ്റോർ ചെയ്ത് പഠിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ. അതല്ലാതെ പൊതുവെ സ്കൂളുകളിലേക്കുള്ളതാണെങ്കിൽ ഇന്നത്തെ ഒരു പരീക്ഷാ സിസ്റ്റത്തിൽ കാണാതെ പഠിക്കലാണ് മാർക്ക് കിട്ടാൻ നല്ലത്. പക്ഷെ കുട്ടിക്ക് എന്താണ് പഠിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ ശരീരത്തിൽ കാണാപ്പാടല്ല പഠിക്കേണ്ടത്, അത് വേറെ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കുന്ന വേറെ രീതിയുണ്ട്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മള് ദുആകളും ഖുർആനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ രൂപത്തിൽ കാണാതെ പഠിക്കേണ്ടത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കും. പിന്നെ നമ്മളിപ്പോ ഈ അടിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കുന്ന കുറച്ചൊക്കെ വലിയ കുട്ടികള് സ്കൂളിലുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്കറിയാം അധ്യാപകർക്ക് അടിക്കാൻ പറ്റൂല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അത്തരം ഒരു മെന്റാലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ സിമ്പതി വർക്കൗട്ട് ആവും. വർക്കൗട്ടോ അത് നമ്മൾ കുറച്ച് നന്നായി ക്ഷമിച്ച് നിൽക്കേണ്ടി വരും. കാരണം എന്താ പറയുക, ഒരു കുട്ടിക്ക് എന്നെ ഇദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം അവരോട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അവനെ കൃത്യമായി ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചാൽ അവനിൽ എന്തായാലും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും, ഉറപ്പാണ്. പിന്നെ ഇതില് വേറെ ഉണ്ട് കേട്ടോ, ഈ അധ്യാപകര് കുട്ടികളെ തല്ലണം, കുട്ടികൾ കേസ് കൊടുക്കണമെന്ന് സ്ഥിരം സംഭവമാണ്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത ഹൈക്കോടതി, കേരള ഹൈക്കോടതി 2 വിധി വന്നത് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് പിന്നെ കുട്ടികൾ കേസ് കൊടുത്തിട്ട് കോടതിയിലെത്തി. അപ്പോ അധ്യാപകനും കോടതിയിൽ വക്കീലിനെ വെച്ച് വാദിച്ചു. കോടതിയിൽ നിന്ന് വിധി വന്നത് കുട്ടിയുടെ പിന്നെ അച്ചടക്കത്തിന്റെ ഭാഗമായി, പഠനത്തിലുള്ള മികവിന്റെ ഭാഗമായി അധ്യാപകൻ അടിക്കുന്നതിനെ ക്രിമിനൽ കുറ്റമായി കാണാൻ പറ്റില്ല എന്നാണ് വിധി വന്നത്. 2 വിധി എടുത്ത് വന്നു. അതായത് 2 ആഴ്ചന്റെ ഗ്യാപ്പിലാണ് 2 വിധി വന്നത്. ആദ്യം എടുക്കാൻ പറ്റില്ല, രണ്ടാമത് അപ്പോ പക്ഷെ അതിൽ തന്നെ ജഡ്ജി പറയുന്നുണ്ട്, പക്ഷെ അധ്യാപകന്റെ കോപം തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇത്തരം മർദ്ദന മുറകളെ കാണരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അടിയേക്കാൾ കൂടുതൽ ഫലം ചെയ്യും സ്നേഹം. പക്ഷെ സ്നേഹത്തിന് സമയമെടുക്കും, ക്ഷമ വേണം. അടിക്ക് ഇൻസ്റ്റന്റ് റിസൾട്ടാണ്, ക്ഷമന്റെ ആവശ്യമില്ല, ഏറ്റവും എളുപ്പമാണ്. പരിഗണന എന്നുള്ള വാക്കും ചെയ്തൂടെ? കുട്ടീനെ ഒരു അധ്യാപകൻ വരുമ്പോ തന്നെ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പാരന്റ്സ് ഹെൽപ്ലെസ് ആയി പോണ ചില കുട്ടിയുണ്ട്. ഞാന് പഠിപ്പിക്കുന്ന അവിടെ കുട്ടി ഒരു CBSE സ്കൂളിൽ പോണ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഓൾറെഡി അവിടെ ചെറിയൊരു ഇസ്ലാമിക് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ പിന്നെ കുട്ടീൻ്റെ ഒരു കൺസേൺ പിന്നെ ഞാൻ എന്റെ മദ്രസയിൽ പോയി പഠിക്കുന്നു എന്നുള്ളതാണ്. പാരന്റ്സിനാണ് ഈ കുട്ടി പോകണം, മദ്രസയിൽ പോകണം എന്നാണ്. ചില പാരന്റ്സ് ഈ കുട്ടി വാശി, ഞാൻ പോകൂല എന്ന് വാശി. പാരന്റ്സ് ആണെങ്കിൽ തല്ലാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനത്തെ ഈ റിബൽ ഇട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെ കുട്ടി റിബൽ ആവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ തോന്നുന്നത്. കുട്ടികൾ റിബൽ ആയിട്ടാണ് പലതിനോടും പ്രതികരിക്കുക. അത് കുട്ടികളുടെ നേച്ചർ അങ്ങനെയാണ്.
ഇങ്ങനെ ഈ വിഷയങ്ങൾ ഇങ്ങനത്തെ ഓരോ കേസ് ടു കേസ് ആണ്. ഇപ്പൊ മദ്രസയിലേക്ക് പോകുന്നില്ല, സ്കൂളിൽ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാന്നുള്ളത് കുട്ടിക്ക് ബോധ്യപ്പെടണം. അപ്പൊ അത് ബോധ്യപ്പെടാൻ ഓനേക്ക് ഇരുന്ന് സംസാരിച്ച് റെഡിയാക്കിയിട്ട് അല്ലാതെ നമുക്ക് കഴിയൂല, നിർബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സംസാരിക്കാൻ ഭയങ്കര എളുപ്പാട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിണ്ടാവും എന്റെ കുട്ടികളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടോ. ഇത് ഏതൊരാൾക്കും നല്ല ക്ഷമയും ഇതും ഉണ്ടെങ്കിലും നല്ല പണിയാണ്. ഇത്രയും ക്ഷമ വേണ്ട പണിയാണ് കുട്ടികളെ നോക്കുന്ന അധ്യാപകര്, രക്ഷിതാക്കളുടെ പണികൾ എന്നുള്ളത്. അധികം ജാബിർ പറഞ്ഞ മാതിരിയാണ് തിരിച്ചാണ്. രക്ഷിതാക്കള് പോണ്ടാറില്ല കൂടുതൽ. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാനേ ഇജ് മദ്രസയിലൊന്നും പോകണ്ടല്ലോ. ഇജ് രാവിലെ 7 മണിക്ക് വന്നിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ അതാണ്. മദ്രസ അല്ല പ്രശ്നം. ഇപ്പൊ ഈ മറ്റേ പറഞ്ഞില്ലേ, ഇപ്പൊ ടൈമിങ് ഒറ്റ കാര്യമാണ്. ടൈമിങ് ചെറിയ ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ കുട്ടികളെ ഈ പഠിപ്പിക്കാനുള്ള പ്രോസസ്സ് അപ്പൊ നമ്മൾ ഈ നമ്മളിപ്പോ മദ്രസ അധ്യാപകരല്ല, മദ്രസ ടൈമിങ്ങിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ തീർക്കണമോ എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ കുട്ടികള് വീട്ടിൽ നിന്ന് പഠിക്കുക, വായിക്കുക, അതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ചെയ്യാത്ത കുട്ടികൾ. അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം എന്താണ്? നമ്മൾ തന്നെ ഈ ചെറിയൊരു ടൈം സ്പാൻ്റെ ഉള്ളിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം പഠിപ്പിക്കാൻ കണ്ടന്റ് കൂടുതലാകുമ്പോൾ നമ്മൾ എന്താകും, സ്പീഡിൽ പോകും, ഇതാക്കൊക്കെ ചെയ്യും. ഒരു ലെക്ചർ മോഡിലാണ് പോവുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടങ്ങിയിരുന്നിട്ട് കേൾക്കാൻ തീരെ കഴിയൂല. അപ്പോ പിന്നെ ഓലെ പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൗ എന്നുള്ളതിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഓൾക്ക് ഇങ്ങനെ റീൽസ് പോലെയൊക്കെ ഇങ്ങനെ കിട്ടേണ്ടി വരും സാധനം, ചെറിയ ചെറിയ സാധനങ്ങളാക്കി. പിന്നെ ഇരുത്തത്തിന്റെ സ്റ്റൈല് മാറ്റണം ക്ലാസ് റൂമിൽ. അത് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് സാധനം പറയാം. ക്ലാസ് റൂമിൽ ഇരിക്കണ ലേ ഔട്ട് ഉണ്ടല്ലോ, ആ ബെഞ്ചും ഡെസ്കിന്റെ ലേ ഔട്ട് മാറ്റിക്കൊണ്ടിരിക്കുക, ആക്ടിവിറ്റീസ് കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോൾ കുറേ സമയം ഇരിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ചാറ്റ്ജിപിടിയോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു, ആക്ടിവിറ്റിയിലൂടെ എങ്ങനെ സക്കാത്ത് പഠിപ്പിക്കുക. അപ്പൊ എനിക്ക് 30 മിനിറ്റ് സമയമുണ്ട്, അതിനകത്ത് അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ കൂടുതൽ സമയം ഇരുത്തിക്കൊണ്ട് നമ്മൾ മാത്രം സംസാരിക്കാതെ ഞാൻ പറയാം, ടീച്ചർ സെന്റേഡ് ആവാതെ സ്റ്റുഡൻറ് സെന്റേഡ് ആക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ നമ്മൾ അതിന് കൂടുതൽ പരിശീലനം നേടേണ്ടതും മാറേണ്ടതും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയാതെ പറഞ്ഞോട്ടെ, അത് പ്രശ്നം തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത്. കാരണം കുട്ടിക്ക് എന്താ വെച്ചാല് അതിപ്പോ വയസ്സനുസരിച്ചുള്ള മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പൊ 6 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വെച്ചാൽ ശരിക്കും കാഴ്ച ക്ലിയർ ആയിട്ടുണ്ടാവില്ല. കാഴ്ച ഇങ്ങനെ റെഡി വരേണ്ടുള്ളൂ. പിന്നെ കളറുകൾ കാണാൻ തുടങ്ങുന്നത് ഏകദേശം 6 വയസ്സിന് ശേഷം. അതിനുമ്പ് ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. അപ്പൊ മൂവ്മെന്റ്സ്, പിന്നെ പരിചയമുള്ള ആളുകൾ, അതൊക്കെ വരുമ്പോഴാണ് കുട്ടി പിന്നെ അതിലൂടെ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതും. അതേപോലെ ശബ്ദത്തിലൂടെ ഉമ്മാന്റെ ശബ്ദമൊക്കെ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാലും ഉമ്മ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സേഫ്റ്റി, ഒരു സെക്യൂർ ഫീൽ കിട്ടുന്നൊക്കെ അതുകൊണ്ടാണ്. അപ്പോ പിന്നെ കുട്ടി ചിലപ്പോൾ കളർഫുൾ ആയ സാധനം കിട്ടിയാല്, മൂവ്മെന്റ് ഉള്ള സാധനം കണ്ടാലൊക്കെ കുട്ടി ഭയങ്കര അറ്റൻഷൻ കൊടുക്കും ആ പ്രായത്തില്. അപ്പൊ ഒരു മൂവ്മെന്റ് കാണിച്ചാല്, അതാണ് നമ്മളിങ്ങനെ കുട്ടിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കളിച്ചാൽ കുട്ടി ചിരിക്കണം. എന്താ ആ മൂവ്മെന്റ് കണ്ടിട്ടാണ്. അതുപോലെ കുട്ടിനെ മൂവ് ചെയ്യണത്, കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ മൂവ് ചെയ്യുന്നതൊക്കെ കുട്ടിക്ക് ഭയങ്കര അറ്റൻഷൻ ശ്രദ്ധിക്കുന്നതാണ്. അതേപോലെ കളറുകള്, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പല ടൈപ്പ് കളറുകൾ കുട്ടീനെ ഭയങ്കര അട്രാക്ട് ചെയ്യിക്കും. അപ്പൊ ഈ പിന്നെ മൊബൈലിന്റെ സ്ക്രീന് കുട്ടീനെ നന്നായി അട്രാക്ട് ചെയ്യിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ഓരോ മൂവ്മെന്റും പല കളറും ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ അതിങ്ങനെ നന്നായി അട്രാക്ട് ചെയ്യിക്കും. അപ്പൊ അത് സംഭവിക്കുന്ന സമയത്താണ് ആദ്യത്തെ 3 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺ കണക്ഷൻ നടക്കുന്നത്. ന്യൂറോൺ കണക്ഷൻ എന്ന് വെച്ചാൽ പിന്നെ ബില്യൺ കണക്കിന് ന്യൂറോൺസ് ചുറ്റുപാടുകളിൽ നിന്നുള്ള വിവരങ്ങളെ മുഴുവൻ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. അതിലൂടെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്, അതിലൂടെയാണ് എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റോറിങ്ങിലെല്ലാം ഈ മൊബൈൽ കണ്ടന്റുകൾ സ്റ്റോർ ചെയ്യണം, ഈ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ. മാത്രമല്ല ഒരു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ഇമോഷണൽ ബ്രെയിൻ ആണ് സമയത്ത് വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് ഈ പിന്നെ റീൽസ് പോലത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇമ്പൾസീവ് നേച്ചറാണ് കുട്ടിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് 3 വയസ്സ് വരെ സ്ക്രീന് കാണിക്കുന്നത് സത്യത്തിൽ ഭയങ്കര അപകടമാണ്. അപ്പൊ എന്റെ ഇതൊരു എക്സാമ്പിൾ, എന്റെ മൂത്ത മോനെ പിന്നെ 8 വയസ്സായി. 3 വയസ്സ് വരെ ഒരു സ്ക്രീനും കാണിച്ചിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ പറ്റിയൊരു സാഹചര്യമായിരുന്നു. പക്ഷെ 3ാമത്തെ കുട്ടീനെ നമുക്ക് അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഒരു തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. കാരണം ആദ്യത്തോന് മൊബൈലിന്റെ മേലൊരു കൺട്രോൾ ഉണ്ട്, നമ്മൾ പറഞ്ഞാലും ഇതിലൊക്കെ. മറ്റൊരു കൺട്രോൾ കിട്ടുന്നില്ല. അപ്പൊ 3 വയസ്സ് വരെ ഒരു നിലക്കും, കാരണം അത്രയും ന്യൂറോൺ കണക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്തരം സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. അതേ സമയത്ത് നല്ല കളർഫുള്ളായ ടോയ്സും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു അറ്റൻഷനെ മാറ്റാം എന്നുള്ള. നമുക്ക് ഏറ്റവും എളുപ്പം ഭക്ഷണം കൊടുക്കുമ്പോൾ മൊബൈൽ കൊടുക്കുക,
അപ്പൊ കുട്ടി അണങ്ങിയിരുന്ന് തിന്നു എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കരമായ അപകടമാണ് ഭാവിയിൽ അത് ഉണ്ടാക്കുക. പക്ഷെ എളുപ്പത്തിന് വേണ്ടി നമ്മളത് ചെയ്യും. കുറച്ച് കൂടുതൽ കളർഫുള്ളായ ചില ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അതിലേക്ക് ശ്രദ്ധ വരുത്തുന്നതാണ് നല്ലത്. കിലുക്കം കാര്യങ്ങള് കുറച്ച് ഞാൻ കൊടുക്കും. അപ്പൊ അടുത്ത കിലുക്കം കൊടുക്കണം, വേറെ മോഡലുള്ള കിലുക്കം കൊടുക്കണം. ബാറ്ററി ഇട്ടാ തിരിയണത്, സ്വിച്ച് ഇട്ടാ ഓണാവുന്നത്, ഓടുന്നത്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. പിന്നെ കുറച്ചും കൂടി പ്രായമായാലും 8-10 വയസ്സൊക്കെ ആയാല് ഈ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ കുറെ ടോയ്സ് ഉണ്ട്. DIY ടോയ്സ് നിങ്ങൾ ആമസോണിലൊക്കെ അടിച്ചാല് കുറെ കിട്ടും. DIY ആ ടോയ്സ് കുറെ വാങ്ങി കൊടുക്കാം. അപ്പൊ അതിമ കുറെ പണിതിരുന്നു, കുറെ അതിങ്ങനെ കുറെ മുറുക്കാൻ ഉണ്ടാക്കാൻ പല സാധനങ്ങളും ഉണ്ടാക്കാനൊക്കെയുള്ള സാധനങ്ങൾ. പസില് കൊടുക്കും. ഡോ ഉണ്ട്, ഈ മണ്ണ് പോലെ ക്ലേ കൊടുക്കുക. അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്ത് അതിമ കുറെ പിന്നെ ഇരുന്നോളും. ഈ മൊബൈലിന് പകരം